So, good morning everyone. നമ്മൾ സൈക്കോളജിയുടെ റിവൈസ്ഡ് സിലബസ് അനുസരിച്ചിട്ടുള്ള മൊഡ്യൂൾ 1 അറ്റൻഷൻ എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതില് ആ ഒരു കംപ്ലീറ്റ് മൊഡ്യൂളിലെ കണ്ടന്റ്സ് നമ്മുടെ പഴയ സിലബസിനകത്ത് ഉണ്ടായിരുന്നതല്ല. അറ്റൻഷൻ കഴിഞ്ഞു വരുന്ന പ്രോസസ് ആയിട്ടുള്ള പെർസെപ്ഷനും സെൻസേഷൻ, അറ്റൻഷന് മുന്നേ വരുന്ന സെൻസേഷനും ആയിരുന്നു നമ്മുടെ പഴയ സിലബസിൽ ഉണ്ടായിരുന്നത്. അറ്റൻഷൻ എന്നുള്ള ഒരു ടോപ്പിക്ക് അൺടച്ച്ഡ് ആയിരുന്നു. അപ്പൊ മൊഡ്യൂൾ 1 കംപ്ലീറ്റ്ലി അറ്റൻഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് ഡിവോട്ട് ചെയ്തുകൊണ്ടാണ് പുതിയ സിലബസ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പം അറ്റൻഷനിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ട്. പലതരത്തിലെ അറ്റൻഷൻ ഉണ്ട്. അറ്റൻഷനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള 2 തരത്തിലെ കോഗ്നിറ്റീവ് പ്രോസസ് ഉണ്ട്. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ, ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ അറ്റൻഷൻ എന്നാൽ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമുക്ക് ചുറ്റുമുള്ള എൻവയോൺമെന്റിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ, അല്ലെ? നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെയാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ കിട്ടുന്ന സെൻസ് ഓർഗൻസിലൂടെയുള്ള ഇൻഫർമേഷൻ എന്തുമാത്രം കണ്ടന്റ് ഉണ്ടാകും, അല്ലെ? ഒരേ സമയം നമ്മുടെ എല്ലാ സെൻസ് ഓർഗൻസിലൂടെയും ഇൻഫർമേഷൻ കിട്ടുകയല്ലേ? ഇപ്പൊ നിങ്ങൾ ക്ലാസ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള പല നോയിസസും കാണും. നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുമുള്ള ഒരുപാട് വസ്തുക്കൾ കാണുന്നുണ്ട്, അല്ലെ? അപ്പൊ നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ അറ്റ് എ ടൈം ഒരുപാട് ഇൻഫർമേഷൻ ആണ് വരുന്നത്. ദർ ഇസ് എ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ ഓവർലോഡ്. ഇത് കൂടാതെ നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ മെമ്മറിയിൽ നിന്നുള്ള ഇൻഫർമേഷൻ, ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഇൻഫർമേഷനോടെ നമ്മൾ പ്രോസസ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്, അല്ലെ? അപ്പൊ ഇത്രയും ഇൻഫർമേഷനെ നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെയും നമ്മുടെ മെമ്മറീസിലൂടെയും ഒക്കെ ഉള്ള അത്രയും ഇൻഫർമേഷനെ നമുക്ക് പ്രോസസ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. അപ്പൊ നമുക്ക് ഇഫക്റ്റീവായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പലപ്പോഴും പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ അതിലേക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അറ്റൻഷൻ. അപ്പൊ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്റ്റീവായിട്ട് ആക്റ്റീവ്ലി നമ്മൾ സെലക്ട് ചെയ്യുകയും വേണ്ട ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ, നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനിൽ നിന്നും വളരെ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷനെ നമ്മൾ പ്രോസസ് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സാണ് അറ്റൻഷൻ. ഓക്കെ, അറ്റൻഷനകത്ത് കോൺഷ്യസ്ലിയും അൺകോൺഷ്യസ്ലിയും പ്രോസസ്സസ് ഇൻവോൾവ് ആണ്. അറ്റൻഷൻ ഇറ്റ് ഇൻക്ലൂഡ് ബോത്ത് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് പ്രോസസ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കോൺഷ്യസും അൺകോൺഷ്യസ് പ്രോസസ്സിങ്ങും അറ്റൻഷനിൽ നടക്കുന്നത്. അപ്പൊ നമുക്ക് കോൺഷ്യസ്ലി നമ്മൾ അറ്റൻഷനിൽ ചില പ്രോസസ്സസ് ഇൻവോൾവ് ആണ്, അൺകോൺഷ്യസിലും ഇൻവോൾവ് ആണ്. അപ്പൊ നമുക്ക് 2 തരത്തിലെ പ്രോസസ് ഉണ്ടെന്ന് പറയാം അറ്റൻഷനിൽ. ഓട്ടോമാറ്റിക് പ്രോസസ്സും കൺട്രോൾഡ് പ്രോസസ്സും. ഓക്കെ, അപ്പൊ ഇങ്ങനെ 2 തരത്തിലെ പ്രോസസ്സിംഗ് ആണ് അറ്റൻഷനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഓട്ടോമാറ്റിക് പ്രോസസ്സും കൺട്രോൾഡ് പ്രോസസ്സും. ഓട്ടോമാറ്റിക് പ്രോസസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തു നിന്ന് നമുക്കധികം എഫേർട്ട് വേണ്ട. എഫേർട്ട് അഥവാ വേണമെങ്കിൽ തന്നെ വളരെ കുറച്ച് മിനിമൽ എമൗണ്ട് ഓഫ് എഫേർട്ടോ അല്ലെങ്കിൽ ഒരു മനഃപൂർവ്വമായ ഇന്റൻഷനോ മതി. അപ്പൊ വളരെ ഓട്ടോമാറ്റിക് ലെവലില് കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് ഇല്ലാതെ നമ്മളൊരു കാര്യം ചെയ്യുവാന്ന് അവെയർ ആയിരിക്കാം, പക്ഷെ കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് വേണ്ടാത്ത പ്രോസസ്സിനെയാണ് ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ പേരൊന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കധികം എഫേർട്ട് എടുക്കാതെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഒരു പേപ്പറിൽ എഴുതാൻ പറ്റും, അല്ലെ? നിങ്ങൾക്ക് നിങ്ങളുടെ പേരിന്റെ ആൽഫബറ്റ്സ് മെമ്മറൈസ് ചെയ്യാനോ ഒരുപാട് നിങ്ങൾക്ക് എഫേർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം പേര് എഴുതുകയാണെന്നുള്ള ആ ഒരു പെർഫോമിംഗ് നിങ്ങൾ അവെയർ ആണ്, ദാറ്റ് യു ആർ ഡൂയിങ് എ തിങ്. പക്ഷെ അത് ഒരുപാട് എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണോ? അല്ല. അപ്പൊ അത്തരം പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് എന്ന് വിളിക്കുന്നത്. ഈ ഓട്ടോമാറ്റിക് പ്രോസസ്സിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് കുറെ കാര്യങ്ങൾ ഒന്നിച്ചു ചെയ്യാൻ സാധിക്കും. ആൻഡ് നമുക്ക് വളരെ പെട്ടെന്നും ചെയ്യാം. ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ തന്നെ ചെയ്യണം എന്നില്ല. അപ്പൊ ഓട്ടോമാറ്റിക് പ്രോസസ്സിനകത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ ഒന്നിച്ചു ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ അതിനെ പാരലൽ പ്രോസസ് എന്ന് വിളിക്കാം. അപ്പൊ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നു. ഈ ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എഴുതുന്നുണ്ടായിരിക്കാം, ചിലർ കുക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ കൈ സ്ക്രാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ അറ്റ് എ ടൈം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അതൊരു സീക്വൻസിൽ ചെയ്യേണ്ടതും അല്ല, അല്ലെ? നിങ്ങൾ എഴുതുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കൈ ചൊറിഞ്ഞാൽ ആദ്യം നിങ്ങൾ കൈ ചൊറിഞ്ഞിട്ട് വേണം എഴുതേണ്ടത്. അങ്ങനത്തെ നമുക്കൊരു പെർട്ടിക്കുലർ സീക്വൻസ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ പാരലലി തന്നെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്.
അതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിക്കും? പാരലൽ പ്രോസസ് എന്ന് വിളിക്കും. ഇനി കൺട്രോൾഡ് പ്രോസസ്സിലേക്ക് വന്നാൽ അതിന്റെ പ്രത്യേകത എന്താണ്? ഒരു കോൺഷ്യസ് കൺട്രോൾ അവിടെ ഉണ്ട്. അപ്പൊ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് അവിടെ വേണം. നമ്മൾ ഓട്ടോമാറ്റിക് പ്രോസസ് ചെയ്യുന്ന പോലെ എഫേർട്ട് ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എന്ത് വേണം? ഒരു കോൺഷ്യസ് ആയിട്ടുള്ള എഫേർട്ട് വേണം. അത്തരം പ്രോസസ്സുകളെയാണ് കൺട്രോൾഡ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ കൺട്രോൾ പ്രോസസ്സിന്റെ പ്രത്യേകത സീക്വൻഷ്യൽ ആണ്. ഇപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് പ്രോസസ് പാരലൽ ആണെന്ന് പറഞ്ഞ അറ്റ് എ ടൈം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ കൺട്രോൾഡ് പ്രോസസ്സിന്റെ പ്രത്യേകത എന്താണ്? സീക്വൻഷ്യൽ ആണ്. ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ വൺ അറ്റ് എ ടൈം ആണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് കൺട്രോൾഡ് പ്രോസസ്സിംഗില്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ തരുന്നു. ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ തന്നാൽ നിങ്ങൾക്ക് അതിന്റെ ഓരോ സ്റ്റെപ്പും വൺ ബൈ വൺ ഫോളോ ചെയ്തിട്ടായിരിക്കാം നിങ്ങൾക്ക് അതിന്റെ ആൻസറിലേക്ക് എത്തുന്നത്. അപ്പൊ സീക്വൻഷ്യൽ ആയിട്ടാണ് അത് ഒക്കർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കും കമ്പയർ ടു ഓട്ടോമാറ്റിക് പ്രോസസ്. അപ്പൊ അറ്റൻഷനകത്ത് ഓട്ടോമാറ്റിക് ആസ് വെൽ ആസ് കൺട്രോൾഡ് പ്രോസസ്, ഈ രണ്ട് പ്രോസസ്സും എന്തിൽ നടക്കുന്നുണ്ട്? നമ്മൾ അറ്റൻഷൻ എന്ന് പറയുന്ന ഫിനോമിനനിൽ നടക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഓട്ടോമാറ്റിക്കും കൺട്രോൾഡ് പ്രോസസ്സിന്റെയും ഒരു കമ്പാരിസൺ ഒന്ന് നോക്കാം. അപ്പൊ പലപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻസ് ആന്റിസിപ്പേറ്റ് ചെയ്യേണ്ടത് ഇത്തരം ഫീച്ചേഴ്സിൽ നിന്നാണ്. കുറച്ച് സെറ്റ് ഓഫ് ഫീച്ചേഴ്സ് വന്നിട്ട് ഇതിൽ ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് ഓട്ടോമാറ്റിക് പ്രോസസ്സിന്റെ ഫീച്ചേഴ്സ്, ഏതൊക്കെയാണ് കൺട്രോൾഡ് പ്രോസസ്സിന്റെ ഫീച്ചേഴ്സ്. നമുക്ക് അത്തരം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ആന്റിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ നമുക്ക് ഓരോ ക്യാരക്ടറിസ്റ്റിക്സും അത് ഓരോന്നും എങ്ങനെയാണ് ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗിലും കൺട്രോൾഡ് പ്രോസസ്സിംഗിലും ഡിഫറെന്റ് ആയിട്ടുള്ളതെന്ന് നോക്കാം. അപ്പൊ ഒന്നാമതായിട്ട് നോക്കിയേ, നമുക്ക് വേണ്ട ഇന്റൻഷണൽ എഫേർട്ടിന്റെ എമൗണ്ട് മനഃപൂർവ്വമായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടത്. കൺട്രോൾഡ് പ്രോസസ്സിംഗിൽ എന്താണ്? ഇന്റൻഷനലി നമ്മൾ എഫേർട്ട് വേണം. നമ്മുടെ ഇന്റൻഷണൽ എഫേർട്ട് വേണ്ടതാണ് കൺട്രോൾ പ്രോസസ്. അതേസമയം ഓട്ടോമാറ്റിക് പ്രോസസ്സിലോ നമുക്ക് അത്തരത്തിൽ ഇന്റൻഷണൽ എഫേർട്ട് വേണ്ട. അഥവാ വേണമെങ്കിൽ തന്നെ വളരെ കുറച്ച് ഇന്റൻഷണൽ എഫേർട്ട് മതി. ഇനി ഇതിൽ ഏതാണ് കോൺഷ്യസ് അവയർനെസ് ഉള്ളത്? കൺട്രോൾഡ് പ്രോസസ്സിംഗ് നമുക്ക് ഫുൾ കോൺഷ്യസ് അവയർനെസ് വേണം. അതേസമയം ഓട്ടോമാറ്റിക് പ്രോസസ്സിലോ കോൺഷ്യസ് അവയർനെസിന്റെ ഔട്ട്സൈഡ്, നമ്മൾ അത് ഒരു കാര്യം ചെയ്യുവാന്ന് നമ്മൾ വളരെയധികം ബോധവാന്മാരായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക് പ്രോസസ്സിൽ. ഇനി അഥവാ വേണമെങ്കിൽ തന്നെ വളരെയധികം കുറച്ച് കോൺഷ്യസ് അവയർനെസ് മതി. ഇനി നമുക്കുള്ള അറ്റൻഷൻ റിസോഴ്സസിന്റെ യൂസിന്റെ പേരിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലോ, ഏതിനാണ് നമുക്ക് കൂടുതൽ അറ്റൻഷൻ റിസോഴ്സസ് വേണ്ടത്, ഫോക്കസ് വേണ്ടത് ഇതിലാണ്? കൺട്രോൾഡ് പ്രോസസ്സിംഗിലാണ്. ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗിൽ അറ്റൻഷൻ റിസോഴ്സ് വളരെ മിനിമൽ അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ലെവലിൽ മതി. ഇനി ടൈപ്സ് ഓഫ് പ്രോസസ്സിംഗ് നമ്മൾ ഓൾറെഡി കണ്ടു. കൺട്രോൾഡ് പ്രോസസ്സിംഗ് എങ്ങനെയാണ്? സീരിയലി ആണ്, സീക്വൻഷ്യലി ആണ് കൺട്രോൾഡ് പ്രോസസ്സിംഗ് നടക്കുന്നത്. വൺ അറ്റ് എ ടൈം, വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം ആണ് നടക്കുന്നത്. അതേസമയം ഓട്ടോമാറ്റിക് പ്രോസസ്സോ പാരലൽ പ്രോസസ് ആണ്. ഒരേ സമയം നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇത് രണ്ടിനകത്ത് സ്പീഡിൽ പ്രോസസ്സിംഗ് നടക്കുന്ന ഏതിലാണ്? ഒബ്വിയസ്ലി നമ്മൾ ഇത്രയും ഫീച്ചേഴ്സ് പഠിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ഫിഗർ ഔട്ട് ചെയ്യാൻ സാധിക്കും. റിലേറ്റീവ്ലി ഫാസ്റ്റ് ആയിട്ട് പ്രോസസ്സിംഗ് നടക്കുന്ന ഏതിലാണ്? ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ്. കൺട്രോൾഡ് പ്രോസസ്സിംഗ് കുറച്ചുകൂടെ ടൈം കൺസ്യൂമിംഗ് ആണ് വെൻ കമ്പയർ ടു ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ്. ഇനി ഏത് തരത്തിലെ ടാസ്കുകളാണ് നമുക്ക് കൺട്രോൾ പ്രോസസ്സിംഗിലും ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗിലും ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ടാസ്കിന്റെ നോവൽറ്റി ആസ്പെക്ട് നോക്കിക്കഴിഞ്ഞാൽ, നോവൽറ്റി എന്ന് വെച്ചാൽ പുതുമയുള്ള, നമുക്ക് മുൻ പരിചയമില്ലാത്ത പുതിയൊരു ടാസ്ക് വന്നാൽ, ഇപ്പൊ പുതിയതായിട്ടുള്ള ടാസ്കും നമുക്ക് ചെയ്ത് പരിചയമില്ലാത്ത ടാസ്ക്, അതല്ലെങ്കിൽ ഒരു ടാസ്കിന് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്, അത്തരം ടാസ്കുകൾക്ക് ഏത് തരത്തിലെ പ്രോസസ്സിംഗ് ആണ് വേണ്ടത്? കൺട്രോൾഡ് പ്രോസസ്സിംഗ് ആണ് വേണ്ടത്. അതേസമയം നമുക്ക് പരിചയമുള്ള, നമ്മൾ ചെയ്ത് തഴക്കം വന്ന, പ്രാക്ടീസ്ഡ് ആയിട്ടുള്ള, അധികം വേരിയേഷൻ ഒന്നും ഇല്ലാത്ത ടാസ്കുകൾക്ക് ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് ആണ് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇൻ ടേംസ് ഓഫ് നോവൽറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, നോവലായിട്ടും അൺപ്രാക്ടീസ്ഡ് ആയിട്ടുള്ള ടാസ്കിനും നമുക്ക് എന്ത് വേണം? കൺട്രോൾഡ് പ്രോസസ്സിംഗ് ആണ് വേണ്ടത്. അതേസമയം ഫെമിലിയറും ഹൈലി പ്രാക്ടീസ്ഡ് ടാസ്കിനും നമുക്ക് എന്ത് മതി? ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് മതി. ഇനി ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് നോക്കിക്കഴിഞ്ഞാൽ, ഹൈ ലെവൽ ഓഫ് പ്രോസസ്സിംഗ് വേണ്ടത് ഏതിനാണ്? കൺട്രോൾഡ് പ്രോസസ്സിംഗ് ആണ്. അതായത് നമുക്ക് വളരെ ഡീപ്ലി അനലൈസ് ചെയ്യുകയും സിന്തസൈസ് ചെയ്യുകയും ഒക്കെ വേണ്ടത് ഏതിലാണ്? കൺട്രോൾഡ് പ്രോസസ്സിംഗ് ആണ്. അതേസമയം ഓട്ടോമാറ്റിക് പ്രോസസ്സിൽ നമുക്കൊരു മിനിമൽ എമൗണ്ട് ഓഫ് അനാലിസിസ് മതി. ലെവൽ ഓഫ് കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ്, നമ്മൾ ഇടേണ്ട കോഗ്നിറ്റീവ് എഫേർട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടത് കുറവാണ് ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗിൽ വേണ്ടത്.
ഇനിയും ഡിഫിക്കൽറ്റിയുടെ ആസ്പെക്ട് പറഞ്ഞാലോ, കൺട്രോൾഡ് പ്രോസസ്സിംഗ് യൂഷ്വലി ഇൻവോൾവ് ചെയ്യുന്നത് എത്തരം ടാസ്കുകളിലാണ്? ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കുകളിലാണ്. അതേസമയം ഓട്ടോമാറ്റിക് പ്രോസസ്സിങ്ങോ ഈസി ആയിട്ടുള്ള ടാസ്കില്. ഇനി കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് ആണെങ്കിലും നമ്മൾ സഫീഷ്യന്റ് പ്രാക്ടീസിലൂടെ അത് എന്തായി മാറാം? ഓട്ടോമറ്റൈസ്ഡ് ആയി മാറാം. ഇപ്പൊ നിങ്ങൾ വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഇതൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. നിങ്ങൾ ആദ്യമായിട്ട് ടൂ വീലർ ഓടിക്കാൻ പഠിച്ചപ്പം നമ്മൾ എന്തുമാത്രം ഫോക്കസ്ഡ് ആയിരുന്നു അല്ലെ? ബ്രേക്ക് എപ്പോ പിടിക്കണം, ആക്സിലറേറ്റർ എങ്ങനെയാ കൊടുക്കേണ്ടത്, നമ്മൾ ഓരോന്നും അവെയർ ആയിരുന്നു. ബ്രേക്ക് പിടിക്കുന്നത്, ആക്സിലറേറ്റർ കൊടുക്കുന്നത്, ബാലൻസ് ചെയ്യുന്നത്, നമ്മൾ ഇതെല്ലാം ഓരോന്നും അവെയർ ആയിരുന്നു നമ്മൾ ആദ്യമായിട്ട് വണ്ടി ഓടിച്ചു പഠിക്കുമ്പോൾ. അപ്പൊ നിങ്ങൾ വർഷങ്ങളായിട്ട് വണ്ടി ഓടിച്ചു തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതാണ് നമ്മളുടെ കൈ ആക്സിലറേറ്റ് ചെയ്യേണ്ടപ്പോ പോകുന്നതും ബ്രേക്ക് പിടിക്കേണ്ടപ്പോ പിടിക്കുന്നതും. ഇറ്റ് ഹാസ് ബിക്കം ഓട്ടോമാറ്റിക്. അപ്പൊ ഈ ഈസി ടാസ്ക് ആണ് റിലേറ്റീവ്ലി ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗിൽ ഇൻവോൾവ് ആകുന്നത്. പക്ഷെ കോംപ്ലക്സ് ടാസ്കുകൾ അത് നമ്മൾ വിത്ത് പ്രാക്ടീസ്, സഫീഷ്യന്റ് പ്രാക്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ അതും എന്തായി മാറും? ഓട്ടോമാറ്റൈസ്ഡ് ആയിട്ട് മാറും. നമ്മൾ കുക്കിങ്ങിന്റെ എക്സാമ്പിൾ എടുത്താലും അതെ, ആദ്യമായിട്ട് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തുമാത്രം ഫോക്കസ്ഡ്, നമ്മൾ ഒരു സമയത്ത് ഒരു കൂട്ടാനല്ലേ വെക്കുള്ളൂ. ആ കൂട്ടാൻ തന്നെ നമ്മളെ കൃത്യമായ സ്റ്റെപ്സ് ഫോളോ ചെയ്തല്ലേ ചെയ്യുന്നത്. ആദ്യം എണ്ണ ഒഴിച്ചു, കടുകിട്ടു, ഉള്ളി വഴറ്റി, അങ്ങനെ കൃത്യമായ സ്റ്റെപ്സ് ഫോളോ ചെയ്താ പോകുന്നത്. അതേസമയം നമ്മൾ അത് വിത്ത് പ്രാക്ടീസ് നമ്മൾ കുക്കിങ്ങിൽ എക്സ്പേർട്ട് ആയി കഴിയുമ്പോഴും നമ്മൾ ഒരേ സമയം 2-3 കൂട്ടാൻ വെക്കും. അത് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഡിഫിക്കൽറ്റി ഓഫ് ടാസ്ക് വെച്ച് നോക്കുന്നുണ്ടെ കൺട്രോൾഡ് പ്രോസസ്സിംഗ് ആണ് ഡിഫിക്കൽട്ട് ടാസ്ക് ചെയ്യാൻ വേണ്ടി യൂഷ്വലി യൂസ് ചെയ്യുന്നത്. പക്ഷേ റിലേറ്റീവ് ടാസ്കുകളിൽ ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് ആണ്. ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെ സഫീഷ്യന്റ് പ്രാക്ടീസിലൂടെ അത് എന്തായി മാറാം? ഓട്ടോമാറ്റൈസ്ഡ് ടാസ്ക് ആയി മാറാം. ഇനി പ്രോസസ് ഓഫ് അക്വിസിഷൻ നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ്. പ്രാക്ടീസിലൂടെ പലതരത്തിലെ റുട്ടീൻസും പ്രൊസീജിയേഴ്സും ഒക്കെ എന്തായി മാറും? ഓട്ടോമാറ്റൈസ്ഡ് ആയിട്ട് മാറും. അപ്പോൾ ഒരുപക്ഷെ ഇനിഷ്യലി കൺട്രോൾഡ് പ്രോസസ്സിംഗ് ഇൻവോൾവ് ആയിട്ടുള്ള ടാസ്ക് ഇവൻച്വലി എന്തായി മാറാം? ഓട്ടോമാറ്റൈസ്ഡ് ആയിട്ട് മാറാം. ഓക്കെ, അപ്പൊ അവിടെ എന്താ വേണ്ടത്? നമുക്ക് പ്രാക്ടീസ് ആണ് വേണ്ടത്. അപ്പൊ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഈ കൺട്രോൾഡ് പ്രോസസ്സിംഗ് ഇൻവോൾവ് ആയിട്ടുള്ള ടാസ്കും ഗ്രാജുവലി എന്തായി മാറാം? ഓട്ടോമാറ്റൈസ്ഡ് ആയിട്ട് മാറാം. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെ കൺട്രോൾഡ് പ്രോസസ്സിംഗ് ഇൻവോൾവ് ആയിട്ടുള്ള ടാസ്ക്, ഇനിഷ്യലി കൺട്രോൾഡ് പ്രോസസ്സിംഗ് ഇൻവോൾവ് ആയിട്ടുള്ള ടാസ്ക് ഇവൻച്വലി പ്രാക്ടീസ് കാരണം ഫുള്ളി ഓട്ടോമാറ്റിക് ആയി മാറുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓട്ടോമാറ്റൈസേഷൻ, അല്ലെങ്കിൽ ഇതിനെ പ്രൊസീജറലൈസേഷൻ എന്നും വിളിക്കാറുണ്ട്. ഓട്ടോമാറ്റൈസേഷൻ അല്ലെങ്കിൽ പ്രൊസീജറലൈസേഷൻ. അപ്പൊ ഇനിഷ്യലി കൺട്രോൾഡ് പ്രോസസ്സിംഗ് ഇൻവോൾവ് ആയിട്ടുള്ള ടാസ്കുകൾ വിത്ത് പ്രാക്ടീസ് ഇവൻച്വലി ഓട്ടോമാറ്റിക് ആവുന്നതിനെയാണ് നമ്മൾ ഓട്ടോമാറ്റൈസേഷൻ അല്ലെങ്കിൽ പ്രൊസീജറലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡ്രൈവിംഗ്. ഇനി നിങ്ങളൊരു എക്സ്പേർട്ട് ഡ്രൈവർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എക്സ്പേർട്ട് ഡ്രൈവർ ആണ്. നിങ്ങൾ ഡെയിലി നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങളുടെ വർക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകുന്ന റൂട്ട് നിങ്ങൾക്ക് വളരെ പരിചയമായിരിക്കും അല്ലെ? അപ്പൊ ആ റൂട്ടിലേക്ക് നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾ ഒരു ഹൈലി ഓട്ടോമാറ്റിക് മാനറിലാണ് വണ്ടി ഓടിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ പോകുന്ന സമയത്ത് ഒരിക്കൽ നിങ്ങൾ ഈ പോകുന്ന റൂട്ട് ബ്ലോക്ക് ചെയ്തു, കൺസ്ട്രക്ഷൻ നടക്കുന്നതിന്റെ പേര് ബ്ലോക്ക് ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് ഡൈവേർഷൻ എടുക്കണം. അന്നേരം നിങ്ങൾ ഡൈവേർഷൻ എടുത്ത് നിങ്ങൾക്ക് പരിചിതമല്ലാത്തൊരു റോഡിലൂടെ പോകുന്നെങ്കിൽ അവിടെ നിങ്ങൾ അന്നേരം ഓട്ടോമാറ്റിക്കിൽ നിന്നും നിങ്ങളുടെ അറ്റൻഷൻ എന്തിലേക്ക് സ്വിച്ച് ആകും? കൺട്രോൾഡ് പ്രോസസ്സിംഗിലേക്ക് സ്വിച്ച് ആകും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഇത് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് സ്വിച്ചിങ്ങും നടക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിക്കലി കൺട്രോൾഡ് പ്രോസസ്സിങ്ങും ഓട്ടോമാറ്റിക് പ്രോസസ്സിങ്ങും. ക്ലിയർ ആയിട്ടുണ്ടോ എല്ലാവർക്കും? ഈ ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി ഈ ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗിൽ കുറച്ച് സ്ലിപ്സ് വരാം. അപ്പൊ നമ്മൾക്ക് ഈ ഹ്യൂമൻ എറേഴ്സിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമൻ എറേഴ്സിനകത്ത് മിസ്റ്റേക്സും വരാം, സ്ലിപ്സും വരാം. ഓക്കെ, അപ്പൊ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദാഹരണം പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. അപ്പൊ നിങ്ങൾക്കിപ്പം എക്സാം ആണ്, നിങ്ങൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ICDS സൂപ്പർവൈസറിന്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാണ്. ഈ സമയത്താണ് 1 വീക്കിലേക്ക് നിങ്ങൾക്ക് ഒരു ഫാമിലി ഫംഗ്ഷൻ വരുന്നു. നിങ്ങൾക്ക് അൺഅവോയ്ഡബിൾ ആണ്, പോയേ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾ ഡിസൈഡ് ചെയ്തു 1 വീക്ക് അല്ലേ, എന്തായാലും പഠിത്തമൊന്നും നടക്കത്തില്ല, എന്റെ മെറ്റീരിയൽസ് ഒന്നും എടുക്കുന്നില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ പോകുന്നു. നിങ്ങൾ 1 വീക്ക് കഴിഞ്ഞ് നിങ്ങൾ പോയി ഫംഗ്ഷൻ എല്ലാം അറ്റൻഡ് ചെയ്തു തിരിച്ചു വന്ന് നിങ്ങൾ പരീക്ഷയ്ക്ക് ഇരുന്നപ്പോൾ നിങ്ങൾക്ക് തോന്നി
ആ 1 വീക്ക് അങ്ങ് പഠിച്ചാൽ മതിയായിരുന്നു. എന്തെങ്കിലും റിവിഷൻ എങ്കിലും ചെയ്യായിരുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾ കമ്മിറ്റ് ചെയ്ത എറർ എന്താണ്? മിസ്റ്റേക്ക് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? മിസ്റ്റേക്ക് ആണ്. അതായത് ഈ ഒരു ഒബ്ജക്റ്റീവ് ചൂസ് ചെയ്യുന്നതിൽ നമുക്കുണ്ടാകുന്ന എറേഴ്സിനെയാ മിസ്റ്റേക്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഇതേ സാഹചര്യം തന്നെ, ഇതേ എക്സാമ്പിൾ തന്നെ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്ക് 1 വീക്കിലേക്ക് ഒരു ഫാമിലി ഫംഗ്ഷൻ വന്നു. ഞാൻ മുമ്പേ പറഞ്ഞ കൊണ്ട് തന്നെ അൺഅവോയ്ഡബിൾ ആണ്, നിങ്ങൾക്ക് പോയേ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാരമില്ല, നിങ്ങളുടെ ബുക്സ് എടുക്കാം, എപ്പോഴെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒരു ഹാഫ് ആൻ അവർ കണ്ടെത്തി ഒന്ന് അറ്റ്ലീസ്റ്റ് പുതിയത് പഠിക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ ഓൾറെഡി പഠിച്ച പോർഷൻസ് ഒന്ന് റിവൈസ് ചെയ്യാം. റിവിഷൻ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, അപ്പൊ അത്രയും എഫേർട്ട് വേണ്ട, കുറച്ച് ടൈമിലാണെങ്കിലും നിങ്ങൾക്ക് ബ്രേക്ക് വരത്തില്ല പഠിത്തം. അപ്പൊ നിങ്ങൾ ഇത് ഓൾറെഡി ഡിസൈഡ് ചെയ്തു. പക്ഷെ എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങാൻ നേരത്ത് നിങ്ങൾ നിങ്ങളുടെ ബുക്ക് എടുക്കാൻ മറന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്ലിപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തൊരു കാര്യം പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനകത്ത് നമുക്ക് എറേഴ്സ് വരുന്നതാണ് സ്ലിപ്സ്. മിസ്റ്റേക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒബ്ജക്റ്റീവ് ചൂസ് ചെയ്തതിലെ എറേഴ്സ് ആണ് മിസ്റ്റേക്ക് എന്ന് വരുന്നത്. അപ്പൊ മിസ്റ്റേക്സ് യൂഷ്വലി കൺട്രോൾഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഇന്റൻഷണൽ ആയിട്ടുള്ള പ്രോസസ്സിംഗിൽ വരുന്നതാണ് മിസ്റ്റേക്സ്. അപ്പൊ ഇന്റൻഷണൽ അല്ലെങ്കിൽ കൺട്രോൾഡ് പ്രോസസ്സിംഗിൽ വരുന്ന എറേഴ്സ് ആണ് മിസ്റ്റേക്സ്. സ്ലിപ്സ് സാധാരണയായിട്ട് കാണുന്നത് ഓട്ടോമാറ്റിക് പ്രോസസ്സിലുള്ള എറേഴ്സിനെയാണ് നമ്മൾ സ്ലിപ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക് പ്രോസസ്സിൽ വരുന്ന എറേഴ്സിനെയാണ് നമ്മൾ സ്ലിപ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴാണ് ഓട്ടോമാറ്റിക് പ്രോസസ്സിൽ സ്ലിപ്സ് ഉണ്ടാകുന്നത്? ഒന്നെങ്കിൽ 2 സർക്കംസ്റ്റാൻസസ് ഒന്നിച്ചു വരുന്നു. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ റുട്ടീൻലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അപ്പോഴാണ് മറ്റൊരു കാര്യം ഇടയ്ക്ക് കയറി വരുന്നത്. ഒരു കൺട്രോൾഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് എഫേർട്ട് വേണ്ട ഒരു കാര്യം ഇടയ്ക്ക് കയറി വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ സ്ലിപ്സ് ഉണ്ടാകാം. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ററപ്റ്റ് ആവുന്നു. നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ഒരു കാര്യത്തിൽ ഒന്നുകിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇവന്റ്സ് കാരണം ഇന്ററപ്ഷൻ വരുന്നു, അതല്ലെങ്കിൽ ഇന്റേണലി നിങ്ങളുടെ തന്നെ തോട്ട്സ് കാരണം ഒരു ഇന്ററപ്ഷൻ വരുന്നു. അങ്ങനെയുള്ളപ്പോഴും സ്ലിപ്സ് ഉണ്ടാകാം. അപ്പൊ സ്ലിപ്സ് എവിടെയാ ഉണ്ടാകുന്നത്? ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗിൽ ഉണ്ടാകുന്ന എറേഴ്സിനെയാണ് നമ്മൾ സ്ലിപ്സ് എന്ന് വിളിക്കുന്നത്. കൺട്രോൾഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഇന്റൻഷണൽ പ്രോസസ്സിംഗിൽ ഉണ്ടാകുന്ന എറേഴ്സിനെ നമ്മൾ മിസ്റ്റേക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ പ്രധാനമായിട്ടുള്ള സ്ലിപ്സ് ഏതൊക്കെയാന്ന് നോക്കാം ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗിൽ വരുന്ന. ഒന്നാമത്തെ എറർ ആണ് ക്യാപ്ചർ എറർ. നമുക്ക് ആദ്യം എക്സാമ്പിൾ നോക്കാം, എന്നിട്ട് നമുക്ക് എറർ എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ക്യാപ്ചർ എറർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡെയിലി യെസ് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ ഇടയ്ക്ക്? ഓക്കെ, മ്യൂട്ട് ചെയ്യണം അനു. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ എറർ നോക്കാം, ക്യാപ്ചർ എറർ. അപ്പൊ നമ്മൾ സാധാരണ ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടാകും അല്ലെ? നമ്മൾ വീട്ടിൽ വരുന്നു, നമ്മൾ ബാഗ് എടുത്ത് എവിടെ വെക്കണ്ടേന്ന് വെച്ച് വെക്കുന്നു, നമ്മൾ ഡ്രസ്സ് മാറുന്നു, വീട്ടിലിടുന്ന ഡ്രസ്സ് നമ്മൾ ഇടുന്നു. ഇത് നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യമല്ലേ? ഡെയിലി ചെയ്യുന്ന കാര്യം. ഇതിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആണോ കൺട്രോൾ പ്രോസസ്സിംഗ് ആണോ? ഞാൻ ഈ പറഞ്ഞ ആക്ടിവിറ്റിയിൽ എന്ത് തരത്തിലെ പ്രോസസ്സിംഗ് ആണെന്ന് പറയാമോ? ഓട്ടോമാറ്റിക് ആണോ കൺട്രോൾഡ് ആണോ? നിങ്ങൾ വീട്ടിലേക്ക് വരുന്നു, നിങ്ങൾ നിങ്ങളുടെ വെളിയിലിട്ട ഡ്രസ്സ് മാറുന്നു, വീട്ടിലിടുന്ന ഡ്രസ്സ് എടുത്തിരുന്നു. കോൺഷ്യസ് എഫേർട്ട് വേണ്ട, ഇന്റൻഷൻ വേണ്ട അല്ലെ? ഞാൻ ഇന്ന് വീട്ടിൽ പോയി എന്റെ ഡ്രസ്സ് മാറി വീട്ടിലിടുന്ന ഡ്രസ്സ് ഇടും, ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചാണോ വരുന്നത്? അല്ല, ഇന്റൻഷൻ വേണ്ട, എഫേർട്ട് കുറവാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഒരു ദിവസം നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഡ്രസ്സ് മാറി അന്നേരം തന്നെ പുറത്തേക്ക് പോകാനുണ്ടായിരുന്നു. ഓക്കെ, പുറത്തേക്ക് പോകേണ്ടത് കൊണ്ട് നിങ്ങൾ ഡ്രസ്സ് മാറി വേറൊരു ഡ്രസ്സ് ഇട്ട് വേണം ഫംഗ്ഷൻ ഇറങ്ങാൻ. പക്ഷെ പലപ്പോഴും നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകില്ലേ, നമ്മൾ വന്നു ഡ്രസ്സ് മാറി പുറത്തിടുന്ന വേറെ ഡ്രസ്സ് ഇടേണ്ട പകരം നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സ് തന്നെ എടുത്തിടും. ഓക്കെ, ഇത്തരം എറേഴ്സ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപ്ചർ എറേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ റെഗുലർലി ചെയ്തുകൊണ്ടിരിക്കുന്ന റുട്ടീൻ ആക്ടിവിറ്റി നമ്മുടെ ഫെമിലിയർ സറൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തിരി ഒരു ഡീവിയേഷൻ വരേണ്ട ഒരു റുട്ടീനിൽ നമ്മൾ അത് ചെയ്യാൻ വിട്ടുപോകുന്നു. അതിനെയാണ് നമ്മൾ ക്യാപ്ചർ എറർ എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഡ്രസ്സ് മാറിയിട്ട് വേറൊരു ഡ്രസ്സ് ഇട്ടിട്ട് ഫംഗ്ഷന് പോകാനുള്ളതാ, പക്ഷെ സാധാരണ ചെയ്യുന്ന പോലെ ഡ്രസ്സ് മാറി വീട്ടിലിടുന്ന ഡ്രസ്സ് എടുത്തിടുന്നു. ഇത് എന്ത് എററാണ്? ക്യാപ്ചർ എറർ ആണ്. ക്ലിയർ ആണോ? ക്യാപ്ചർ എറർ ക്ലിയർ അല്ലേ? എറർ ആണ് ഒമിഷൻ. ഒമിഷൻ എന്ന് പറഞ്ഞാല് നിങ്ങളുടെ പേന എടുക്കാനോ ബുക്ക് എടുക്കാനോ നിങ്ങൾ അടുത്ത റൂമിലേക്ക് പോവാണ്. ആ റൂമിലേക്ക് പോകുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ ഫോൺ അടിക്കുന്നു.
അപ്പൊ ഫോൺ അടിക്കുമ്പോൾ അത് എന്തായി? ഡിസ്ട്രാക്ഷൻ ആയി. അപ്പൊ ഡിസ്ട്രാക്ഷൻ ആകുന്നുണ്ട് നിങ്ങൾ ആ മുറി വരെ പോയി, പക്ഷെ എടുക്കേണ്ട സാധനം എടുക്കാതെ നിങ്ങൾ തിരിച്ചു വരുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒമിഷൻ. അപ്പൊ നമ്മുടെ ഒരു ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും ഒരു ഇന്ററപ്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ആ ആക്ടിവിറ്റിയുടെ റിമൈനിങ് പോർഷൻ ചെയ്യാതെ സ്കിപ്പ് ചെയ്യുന്നതിന്, ഒമിറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഒമിഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത എറർ ആണ് അസോസിയേറ്റീവ് ആക്ടിവേഷൻ എറർ. അസോസിയേറ്റീവ് ആക്ടിവേഷൻ എറർ എന്ന് വിളിച്ചാല് അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നു എന്നുള്ളത് വിളിച്ചു പറഞ്ഞു. നിങ്ങൾക്ക് ഒരു ഡെലിവറി ഉണ്ട്. അപ്പൊ നിങ്ങളുടെ ഡെലിവറി പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾക്ക് കോള് വന്നു, ഞങ്ങളിപ്പം ഡെലിവറി ചെയ്യാനായിട്ടാണ്, നിങ്ങൾ വീട്ടിലുണ്ടാവുമോ എന്നറിയാൻ വിളിച്ചത്. അപ്പൊ നിങ്ങൾ പറയും യെസ് വീട്ടിലുണ്ട്, നിങ്ങൾ പോന്നോളൂ എന്ന് പറയും. അപ്പൊ നിങ്ങൾ ഒരു കോളിംഗ് ബെൽ ആന്റിസിപ്പേറ്റ് ഇരിക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ ഡെലിവറി ബോയ് വരും എന്നുള്ള ആന്റിസിപ്പേഷൻ നിങ്ങൾ കോളിംഗ് ബെൽ വിചാരിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് നിങ്ങളുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, നിങ്ങൾ പെട്ടെന്ന് അകത്തേക്ക് വരൂ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദാറ്റ് ഈസ് അസോസിയേറ്റീവ് ആക്ടിവേഷൻ എറേഴ്സ്. അപ്പം സ്ട്രോങ് അസോസിയേഷൻ നമുക്ക് എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക് റുട്ടീനിൽ ഒരു റോങ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കൊടുക്കുന്നതിലേക്ക് ലീഡ് ചെയ്യുന്നതാണ് അസോസിയേറ്റീവ് ആക്ടിവേഷൻ എറർ. അപ്പൊ ഒരേ സമയം നിങ്ങൾ രണ്ട് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാണ്. അപ്പൊ ഫോൺ അടിക്കുമ്പം എടുക്കാന്നുള്ളത് ഒരു ഓട്ടോമാറ്റിക് റെസ്പോൺസ് ആണ് അല്ലേ? നമുക്ക് കോൺഷ്യസ്ലി നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യുന്നതല്ല. പക്ഷെ നിങ്ങൾ മറ്റൊരു കാര്യം പ്രതീക്ഷിച്ചിരുന്നുകൊണ്ട് അത് അസോസിയേറ്റ് ആയിട്ട് യു എൻഡ് അപ്പ് ഗിവിങ് എ റോങ് റെസ്പോൺസ്. അത്തരം എറേഴ്സ് ആണ് അസോസിയേറ്റീവ് ആക്ടിവേഷൻ എറർ. ഇനി അടുത്തതാണ് ലോസ് ഓഫ് ആക്ടിവേഷൻ എറർ. അസോസിയേറ്റീവ് ഒന്നും കൂടി പറഞ്ഞുതരാമോ? അസോസിയേറ്റീവ് ആക്ടിവേഷൻ എറർ എന്ന് പറയുമ്പോൾ നിങ്ങളെ എക്സാമ്പിൾ ആദ്യം നോക്കുക. എക്സാമ്പിൾ നോക്കിയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിലേക്ക് വരുമ്പം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്, നിങ്ങളൊരു ഗസ്റ്റ് വരുന്നു എന്ന് എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊരു കോളിംഗ് ബെൽ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോൺ പെട്ടെന്ന് അടിക്കുമ്പം, നമ്മൾ ഫോൺ അടിക്കുമ്പം ഫോൺ എടുക്കുക എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന കാര്യമല്ലേ? കോളിംഗ് ബെൽ അടിക്കുമ്പം കഥക് തുറക്കാന്നുള്ളതും ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഈ സ്ട്രോങ് അസോസിയേഷൻസ് വരുമ്പം എന്ത് ചെയ്യും? നമ്മൾ മെസ്സപ്പ് ആകും റെസ്പോൺസ് ചെയ്യുന്നതിൽ. രണ്ട് കാര്യങ്ങൾ ഒരേ സമയം നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. രണ്ടും നിങ്ങൾക്ക് ഇൻഡിവിജ്വലി വന്നാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി റെസ്പോൺസ് കൊടുക്കാൻ ഓക്കെയാണ്. കോളിംഗ് ബെൽ അടിച്ചാൽ പോയി തുറക്കാൻ നിങ്ങൾക്ക് ഓക്കെയാണ്. ഫോൺ ബെൽ അടിച്ചാൽ നിങ്ങൾക്ക് പോയി എടുക്കാനും നിങ്ങൾ ഓക്കെയാണ് വിത്തൗട്ട് എനി എഫേർട്ട്. പക്ഷെ രണ്ട് കാര്യങ്ങൾ ഒന്നിച്ചു വരികയും ഇത് രണ്ടും നിങ്ങൾ ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഫോൺ ബെല്ലടിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇൻസ്റ്റെഡ് ഓഫ് ഫോൺ എടുക്കുന്നതിന് പകരം നിങ്ങൾ കമ്മിൻ എന്ന് പറയും. അതല്ലെങ്കിൽ കഥവ് തുറന്നിട്ട് നിങ്ങൾ ഹലോ എന്ന് പറയും, ഫോണിൽ അഡ്രസ് ചെയ്യുന്ന പോലെ. ഇതിനെയാണ് അസോസിയേറ്റീവ് ആക്ടിവേഷൻ എറർ എന്ന് വിളിക്കുന്നത്. സ്ട്രോങ് അസോസിയേഷൻ വരുമ്പം നമ്മളുടെ ഓട്ടോമാറ്റിക് റുട്ടീനിൽ നമ്മൾ എന്ത് ചെയ്യും? റോങ് ആയിട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ മിസ്, ഓക്കെ ഓക്കെ. രണ്ട് കാര്യങ്ങൾ ഒരേ സമയം വന്നു. ആ അസോസിയേഷൻ സ്ട്രോങ് ആയതുകൊണ്ടാണ്. രണ്ടും ഓട്ടോമാറ്റിക് ആണ്. ഈ പറഞ്ഞ എക്സാമ്പിളിൽ രണ്ടും ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇൻഡിവിജ്വലി വന്നാൽ നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കും. പക്ഷെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ് ഫോൺ ഡോറിൽ ബെല്ലടിക്കും അല്ലെങ്കിൽ ഒരാൾ വരും എന്നുള്ള നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്ന സമയത്ത് മറ്റൊരു കാര്യം സംഭവിച്ചപ്പം ആ അസോസിയേഷൻ കാരണം എന്തായി? എറർ ഉണ്ടാവുന്നു. ഓക്കെ. ഇനി അടുത്തതാണ് ലോസ് ഓഫ് ആക്ടിവേഷൻ എറർ. അപ്പൊ നിങ്ങൾക്ക് ലോസ് ഓഫ് ആക്ടിവേഷൻ എററിന്റെ എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ടായിരിക്കും, നിങ്ങൾ റൂമിലേക്ക് ചെല്ലും. റൂമിൽ ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ ആലോചിക്കും ഞാൻ എന്തിനായിരുന്നു വന്നത്, എന്തോ കാര്യത്തിനാ വന്നേന്നറിയാം, പക്ഷെ എന്തിനായിരുന്നു വന്നത് അല്ലെ? നിങ്ങൾക്ക് തോന്നാറില്ല? അടുക്കളയിലൊക്കെ പോയി നിൽക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്. അവിടെ വന്ന് നിന്നിട്ട് ഞാനൊരു 5 മിനിറ്റ്സ് ആലോചിക്കും ആക്ച്വലി ഞാനിപ്പോ എന്ത് ചെയ്യാനാണ് വന്നത്. അപ്പൊ എൻവയോൺമെന്റിലുള്ള സംതിങ് നമ്മുടെ റിക്കലക്ഷനെ ട്രിഗർ ചെയ്തു. അപ്പൊ നമുക്ക് ഒരു റുട്ടീൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഇൻസഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ആക്ടിവേഷൻ കാരണം ഉണ്ടാകുന്ന എറർ ആണ് ലോസ് ഓഫ് ആക്ടിവേഷൻ എറർ. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് മറന്നുപോകും നമ്മൾ എന്തായിരുന്നു ചെയ്യാൻ വന്നത്, അതല്ലെങ്കിൽ ഞാൻ എന്തിനായിരുന്നു ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. ആ ഒരു എറർ ആണ് ലോസ് ഓഫ് ആക്ടിവേഷൻ എറർ. അപ്പൊ ആ റുട്ടീൻ കംപ്ലീറ്റ്ലി ആക്ടിവേറ്റ് ആയിട്ടില്ല. നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ആക്ടിവേറ്റ് ആയിട്ടില്ല. അത് കാരണം ആ ഇൻസഫിഷ്യൻസി കാരണം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നതാണ് ലോസ് ഓഫ് ആക്ടിവേഷൻ എറർ. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനിയും അടുത്ത എറർ ആണ്
പെർസെവറേഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാർ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആയി അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, സ്കൂട്ടറിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? താക്കോലിടും. വണ്ടിയിൽ താക്കോലിട്ട് നമ്മൾ വണ്ടി ഓൺ ചെയ്യും. താക്കോല് തിരിച്ച് നമ്മൾ വണ്ടി ഓൺ ചെയ്യും. ഈ വണ്ടി ഓൺ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മളോട് ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ചോദിക്കുന്നത്. നമ്മൾ അവർക്ക് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? വണ്ടി ഓൺ ചെയ്യാൻ ശ്രമിക്കും. ഓൾറെഡി നമ്മൾ വണ്ടി ഓൺ ചെയ്തിട്ട് ഡിസ്ട്രാക്ഷൻ വരുമ്പം നമ്മൾ വീണ്ടും അതെന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യും. ഇതിനെയാണ് പെർസെവറേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മളൊരു ഓട്ടോമാറ്റിക് പ്രോസസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ആ ഒരു പ്രൊസീജിയറിൽ 1 or 2 സ്റ്റെപ്സ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന് എന്തുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നത്? എനിക്ക് ഡിസ്ട്രാക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന എററാണ് പെർസെവറേഷൻ. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, ഓട്ടോമാറ്റിക് പ്രോസസ്സിൽ സ്ലിപ്സ് വരുന്ന എന്തുകൊണ്ടാണ്? ഒന്നുകിൽ ഡിസ്ട്രാക്ഷൻസ് വരാം. ഡിസ്ട്രാക്ഷൻസ് ഇന്റേണൽ ആകാം, എക്സ്റ്റേണൽ ആകാം. ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിൾ എക്സ്റ്റേണൽ ഡിസ്ട്രാക്ഷനാ. നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു. ഇന്റേണൽ ഡിസ്ട്രാക്ഷനും വരാം. നിങ്ങൾ വരുന്ന വഴിക്ക് ആരോടെങ്കിലും ദേഷ്യപ്പെട്ടിട്ട് വന്ന് വണ്ടിയിൽ ഇരുന്നിട്ട് അയാളോട് ഇങ്ങനല്ലായിരുന്നു പറയേണ്ടത്, ഇത് പറഞ്ഞാൽ മതിയായിരുന്നു നിങ്ങൾ ചിന്തിക്കുന്നതും ഡിസ്ട്രാക്ഷൻ ആണ്. ഇന്റേണലി ഡിസ്ട്രാക്ഷൻ വരാം, എക്സ്റ്റേണലി ഡിസ്ട്രാക്ഷൻ വരാം. അല്ലെങ്കിൽ 2 ടാസ്കുകൾ ഒന്നിച്ചു വരുമ്പോൾ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് സ്ലിപ്സ് ഉണ്ടാകുന്നത് ഓട്ടോമാറ്റിക് പ്രോസസ്സിൽ. ഓക്കെ അല്ലേ? അപ്പൊ പെർസെവറേഷൻ എന്താന്ന് മനസ്സിലായല്ലോ? നമ്മൾ കംപ്ലീറ്റ് ചെയ്ത ഓട്ടോമാറ്റിക് പ്രൊസീജിയറിലെ തന്നെ 1 or 2 സ്റ്റെപ്സ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന എററാണ് പെർസെവറേഷൻ. ഇനി അടുത്ത എററാണ് ഡിസ്ക്രിപ്ഷൻ എറർ. ഡിസ്ക്രിപ്ഷൻ എററിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും അല്ലെ? ഈ ഗ്രോസറീസ് ഇതിനകത്ത് വെക്കണം, സ്റ്റേഷനറി ഇന്ന ബോക്സിൽ വെക്കണം, വെജിറ്റബിൾസ് തൈരും ഐസ്ക്രീമും ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണം. നമ്മൾ ഇന്റേണലി തന്നെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ചെയ്യുന്ന കൂട്ടത്തില് നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് ആക്ഷൻ റോങ് ഒബ്ജക്റ്റിലേക്ക് ചെയ്യും. അതായത് ഐസ്ക്രീം കബോർഡിൽ വെക്കുന്നതിന് പകരം, ഐസ്ക്രീം ഫ്രീസറിൽ വെക്കുന്നതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യും? കബോർഡിൽ എടുത്തു വെക്കും. ഈ എററാണ് എന്ത്? ഡിസ്ക്രിപ്ഷൻ എറർ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇന്റേണലി തന്നെ നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് ഓൾറെഡി. നിങ്ങൾ വാങ്ങി വരുമ്പം എന്തൊക്കെയാണ്, ഇത് എവിടെയൊക്കെ വെക്കണം എന്ന് ഓൾറെഡി നമുക്ക് ഇന്റേണലി ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. ഈ ഇന്റേണൽ ഡിസ്ക്രിപ്ഷൻ കുറെ കാര്യങ്ങൾ അവിടെ എവിടെയും വെക്കണം എന്നൊക്കെ ആലോചിച്ച് വരും. ഇത് കാരണം നമ്മൾ എന്ത് ചെയ്യും? ആക്ഷൻ കറക്റ്റാ, ഫ്രീസറിൽ വെക്കേണ്ട സാധനം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ചെയ്യുന്നത് റോങ് ഒബ്ജക്റ്റ് ആയി പോകും. ഫ്രീസറിൽ നമ്മൾ എന്ത് ചെയ്യും? ഐസ്ക്രീം വെക്കേണ്ടതിന് പകരം നിങ്ങൾ വേറെ എന്തെങ്കിലും എടുത്ത് ഫ്രീസറിൽ വെക്കും. റോങ് ഒബ്ജക്റ്റ് ആയി പോകും. ആക്ഷൻ കറക്റ്റ്, റോങ് ഒബ്ജക്റ്റ്. ഇത്തരം എററാണ് എന്ത്? ഡിസ്ക്രിപ്ഷൻ എറർ. ഓക്കെ. ഇനി അടുത്ത എററാണ് ഡേറ്റ ഡ്രിവൻ എറർ. അപ്പൊ നമ്മളുടെ ഒരു ഓട്ടോമാറ്റിക് ആക്ഷൻ സീക്വൻസിനെ ആ സമയത്ത് വരുന്ന ഒരു ഇൻകമിങ് ഇൻഫർമേഷൻ എന്ത് ചെയ്യാം? എഫക്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഒരു ഫോൺ നമ്പർ ഡയൽ ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു നമ്പർ നിങ്ങൾ ഡയൽ ചെയ്യുക. ഈ സമയത്ത് അപ്പുറത്തിരുന്ന ആരോ ഏതെങ്കിലും നമ്പേഴ്സ് പറയുന്നത് നിങ്ങൾ ഓവർഹിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന നമ്പർ ഡയൽ ചെയ്യുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ നിങ്ങൾ ആ നമ്പർ കൂടെ തെറ്റി ഡയൽ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഫോൺ നമ്പർ ഡയൽ ചെയ്യുമ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ്സ് അവർ പറഞ്ഞത് കേട്ടായിരിക്കും ഡയൽ ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഡേറ്റ ഡ്രിവൻ എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഇൻകമിങ് ഇൻഫർമേഷൻ എന്ത് ചെയ്യും? നമ്മളുടെ ഓട്ടോമാറ്റിക് ആക്ഷൻ സീക്വൻസിനെ ഓവർറൈഡ് ചെയ്യും അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്നതാണ്. ക്ലിയർ ആണോ? ഇത്രയുമാണ് നമ്മുടെ സ്ലിപ്സ് ഓഫ് ഓട്ടോമാറ്റിക് പ്രോസസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പഠിക്കുന്ന ഉടനെ ഏറ്റവും ബെറ്റർ നിങ്ങൾ എക്സാമ്പിൾ ആദ്യം മനസ്സിലാക്കിയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നിങ്ങളെ ഡിസ്ക്രിപ്ഷൻ, ഓരോ എററും അതിന്റെ ഡിസ്ക്രിപ്ഷനും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സെനേറിയോ തന്നിട്ട് ഇതിൽ ഏത് സ്ലിപ്പ് ഓഫ് ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് ആണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എഴുതാൻ ഡിഫിക്കൽട്ട് ആകും. അപ്പൊ നിങ്ങൾ എപ്പോഴും ഇത്തരം കാര്യങ്ങൾ പഠിക്കുമ്പോൾ ആ ഓരോ എററിന്റെയും എക്സാമ്പിൾ ഞാൻ ഈ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ എക്സാമ്പിൾ ആദ്യം മനസ്സിലാക്കാം. എക്സാമ്പിൾ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ എററിന്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാകും. ക്ലിയർ ആണോ? സ്ലിപ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ. ഇനി നിങ്ങളുടെ സിലബസിൽ കിടക്കുന്നത് അറ്റൻഷന്റെ ഫങ്ഷൻസ് ആണ്. നമുക്ക് പ്രധാനമായിട്ടും അറ്റൻഷന്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ സിഗ്നൽ ഡിറ്റക്ഷൻ ആൻഡ് വിജിലൻസ്, സെർച്ച്, സെലക്റ്റീവ് അറ്റൻഷൻ, ഡിവൈഡഡ് അറ്റൻഷൻ. ഇത്രയുമാണ് അറ്റൻഷന്റെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ്. ഇത് ഓരോന്നും നമ്മൾ എന്താന്ന് കാണും. അപ്പൊ ഇതിൽ നിങ്ങളുടെ സിലബസിൽ സെർച്ച് എന്നുള്ള ടോപ്പിക് ഇല്ല, വിജിലൻസ് ഉണ്ട്. സെർച്ച് ഇല്ലാത്തത് കൊണ്ട് ഞാൻ സെർച്ചിലേക്ക് അധികം ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ബാക്കി 3 പോർഷൻസ്
ആസ് പെർ യുവർ സിലബസ് ഉണ്ട്. അതായിരിക്കും ഞാൻ ഇന്നത്തെ സെഷനിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, ഇത് നാലുമാണ് അറ്റൻഷന്റെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ്. സിഗ്നൽ ഡിറ്റക്ഷൻ ആൻഡ് വിജിലൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സെൻസറി വേൾഡിനകത്ത് നമ്മളൊരു പെർട്ടിക്കുലർ സ്റ്റിമുലസിന്റെ അപ്പിയറൻസ് സെൻസ് ചെയ്യാൻ ഡിറ്റക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് വിജിലൻസും ഡിറ്റക്ഷനും. സെർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്റ്റീവ്ലി, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ ഞാനിങ്ങനെ കുറെ സിമ്പിൾസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇങ്ങനെയുള്ള ഒരു സൈൻ കണ്ടെത്താൻ പറഞ്ഞാൽ നിങ്ങൾ ആക്റ്റീവ്ലി ഇതിനകത്ത് നോക്കും അല്ലെ, ഈ ഒരു സിമ്പൽ എവിടെയാണെന്ന്. ഇതിനെ നമ്മൾ സെർച്ച് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ സ്റ്റിമുലെ നമ്മൾ ആക്റ്റീവ്ലി സെർച്ച് ചെയ്യുന്നതാണ്, ആക്റ്റീവ്ലി നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് സെർച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സെലക്റ്റീവ് അറ്റൻഷൻ. സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത് സെലക്റ്റീവ്ലി നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മൾ ചില സ്റ്റിമുലസിനെ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, ചിലതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. ഇനി ഫൈനലി വി ഹാവ് ഡിവൈഡഡ് അറ്റൻഷൻ. ഡിവൈഡഡ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ ഒരേ സമയം നമ്മൾ ഒന്നിലധികം ടാസ്കിൽ നമ്മൾ എൻഗേജ് ചെയ്യുന്നതാണ് ഡിവൈഡഡ് അറ്റൻഷൻ. അപ്പൊ ഇതിൽ ആദ്യമായിട്ട് നമുക്ക് സിഗ്നൽ ഡിറ്റക്ഷൻ എന്താന്ന് നോക്കാം. അപ്പൊ സിഗ്നൽ ഡിറ്റക്ഷന്റെ പ്രത്യേകത, നമ്മൾ ഒരു കാര്യം നമ്മൾ സെൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മൾ ബേസിക്കലി നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്, സെൻസേഷൻ എങ്ങനെയാണ് നടക്കുന്നത്. ആ ഫിസിക്കൽ സ്റ്റിമുലസ് ആക്ടിവേറ്റ്സ് നമ്മുടെ സെൻസറി മൊഡാലിറ്റി. നമുക്ക് 5 തരത്തിലെ സെൻസ് ഓർഗൻസ് ഉണ്ട്. ഇത് ഓരോ സെൻസ് ഓർഗനും ഓരോ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഇൻഫോർമേഷനെ പെർസീവ് ചെയ്യാനാണ്, സെൻസ് ചെയ്യാനാണുള്ളത്. അപ്പൊ ഒരു സ്റ്റിമുലസ് നമ്മളുടെ സെൻസ് ഓർഗനെ എക്സൈറ്റ് ചെയ്യുകയും ആ ഇൻഫോർമേഷൻ ബ്രെയിനിലേക്ക് പോയിട്ട് നമ്മൾ ആ സ്റ്റിമുലസിനെ ഡിറ്റക്ട് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷേ ഫിസിക്കൽ പ്രോസസ്, ഒരു ഫിസിക്കൽ സ്റ്റിമുലസ് മാത്രമല്ല അവിടെ ഇമ്പോർട്ടന്റ്. നമ്മൾ ഒരു സ്റ്റിമുലസിനെ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ കോഗ്നിറ്റീവ് പ്രോസസ്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറഞ്ഞു തന്ന തിയറിയാണ് സിഗ്നൽ ഡിറ്റക്ഷൻ. അപ്പൊ നമ്മളുടെ ഈ ഒരു എൻവയോൺമെന്റിൽ നിന്നും നമ്മളൊരു സ്റ്റിമുലസിനെ ഡിറ്റക്ട് ചെയ്യുന്നത് ആ സ്റ്റിമുലസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമല്ല, ഫിസിക്കൽ ആസ്പെക്ട് മാത്രം വെച്ചുകൊണ്ടല്ല, പകരം നമ്മളുടെ കോഗ്നിറ്റീവ് പ്രോസസ് കൂടി ഇൻവോൾവ് ആണ് വെദർ വി ഡിറ്റക്ട് എ സ്റ്റിമുലസ് ഓർ നോട്ട് എന്നുള്ളതിൽ. നമ്മളൊരു സ്റ്റിമുലസിനെ ഡിറ്റക്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതിൽ ഫിസിക്കൽ ആയിട്ടുള്ള സ്റ്റിമുലസിന്റെ പ്രസൻസ് മാത്രമല്ല, പകരം നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ് കൂടി ഇൻവോൾവ് ആണ്. ഞാൻ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ഓക്കെ, നിങ്ങൾ ഒരു എക്സ്റേ ടെക്നീഷ്യൻ ആണെന്ന് വിചാരിക്കുക, നിങ്ങൾ ഒരു ലാബ് ടെക്നീഷ്യൻ ആണ്. അപ്പൊ നിങ്ങളുടെ ഒരു പേഷ്യന്റിന്റെ എക്സ്റേ എടുത്തപ്പം നിങ്ങൾ ആ എക്സ്റേ ഫിലിമിനകത്ത് വളരെ ഫെയിന്റ് ആയിട്ടുള്ള ഒരു ട്യൂമർ, ഒരു ഫെയിന്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് കണ്ടു എന്ന് വിചാരിക്കാം, വളരെ ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഫെയിന്റ് ആയിട്ടുള്ള സ്പോട്ട് കാണുമ്പോൾ ഇതിന് പലതരത്തിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാലോ. ഒന്നാമതായിട്ട് നമുക്ക് എന്ത് ചിന്തിക്കാം, മേ ബി ഇതൊരു ട്യൂമർ ആണോ, ക്യാൻസറസ് ആയിട്ടുള്ള എന്തെങ്കിലും ആണോ. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ നെഗ്ലക്ട് ചെയ്യാം, അതൊന്നുമില്ല, വലിയ പ്രശ്നമുള്ളതാവില്ല. ഇതൊരു ട്യൂമർ ആണെങ്കിലോ, ട്യൂമർ ആണെന്നാണ് നിങ്ങൾ സസ്പെക്ട് ചെയ്യുന്നെങ്കിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഫർദർ ടെസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലെ. നമുക്ക് എക്സ്റേയിൽ ഒരു ചെറിയ സ്പോട്ട് കണ്ട് ട്യൂമർ ആണെന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ കൺക്ലൂഷനിലേക്ക് ഉടനെ എത്തുവോ, ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അഡീഷണൽ ടെസ്റ്റുകൾ ഓർഡർ ചെയ്യും. ബാക്കി എന്തൊക്കെയാണോ പ്രൊസീജിയേഴ്സ് ചെയ്യാനുള്ളത് അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത് ഇത് ട്യൂമർ ആണോ അല്ലയോ എന്നുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ഡിസിഷനിലേക്ക്, അഡീഷണൽ ടെസ്റ്റിലേക്ക് പോകുമോ വേണ്ടയോ എന്നുള്ളത് അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ അത് ട്യൂമർ ആണെന്ന് സസ്പെക്ട് ചെയ്യുന്നു, അഡീഷണൽ ടെസ്റ്റ് ഒക്കെ നിങ്ങൾ നടത്തി ബാക്കി ചില പ്രൊസീജിയേഴ്സ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, അവസാന റിസൾട്ട് വന്നപ്പം ട്യൂമർ ഇല്ല എന്ന് വരുന്ന ഉടനെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ വരാം. ഇൻ ദ സെൻസ് പേഷ്യൻസിന്റെ ഭാഗത്തുനിന്ന് വരാം, വെറുതെ അൺനെസസറിലി ആയിട്ട് ടെസ്റ്റ് ചെയ്യിച്ചു അല്ലെ, ഡോക്ടേഴ്സ് വെറുതെ പൈസ മേടിക്കാനായിട്ട് ടെസ്റ്റ് ചെയ്യിച്ചാന്ന് പറയാം, ടെസ്റ്റ് ചെയ്യിച്ചു, വെറുതെ ഞങ്ങളെ ടെൻഷൻ അടുപ്പിച്ചു, ഇങ്ങനത്തെ ഒരു റിസ്ക് ഉണ്ട്. ഓക്കെ, ഇനി അത് ട്യൂമർ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾ ചെയ്തതിനൊക്കെ ഒരു പോയിന്റ് ഉണ്ട്. ഇനി നിങ്ങൾ ഇത് നെഗ്ലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, നിങ്ങൾ വിചാരിക്കുക ഒരു ഫെയിന്റ് സ്പോട്ട് കണ്ടു, ഇത് ഒന്നും ആവത്തില്ല, അപ്പൊ ഇത് നെഗ്ലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ
സപ്പോസ് ഇതൊരു ട്യൂമർ ആണെങ്കിലോ, പക്ഷെ നിങ്ങൾ നെഗ്ലക്ട് ചെയ്തു. അപ്പോ നിങ്ങൾ ട്യൂമർ ആകാവുന്ന ഒരു കാര്യം നിങ്ങൾ നെഗ്ലക്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഓൾസോ ഇൻവോൾവിങ് എ കോസ്റ്റ് അല്ലേ, ആ പേഷ്യന്റെ ലൈഫിനെ തന്നെ ബാധിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കും എന്നുള്ളത് ആ ഡിസിഷനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റിനെയും റിവാർഡിനെയും അനുസരിച്ചിരിക്കും. അത് നിങ്ങളുടെ ഡൗട്ട്, അതൊരു ട്യൂമർ ആയിട്ട് നിങ്ങൾക്ക് ഡിറ്റക്ട് ചെയ്യണോ അതല്ലെങ്കിൽ അതിനെ നെഗ്ലക്ട് ചെയ്യണോ എന്നുള്ളത് ആ ഒരു ഡിസിഷനുമായിട്ട് വരുന്ന കോസ്റ്റിനെയും റിവാർഡിനെയും അനുസരിച്ചിരിക്കും. ഇപ്പൊ നിങ്ങൾ അത് നെഗ്ലക്ട് ചെയ്താൽ, അതൊരു ട്യൂമർ ആണെന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്താൽ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് സ്ട്രിക്റ്റ് ആക്ഷൻസ് ഉണ്ടാകുകയും നിങ്ങളുടെ ലൈസൻസ് തന്നെ കട്ടാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം വന്നാൽ മേ ബി നിങ്ങൾ റിസ്ക് എടുത്തിട്ട് ഒരു ടെസ്റ്റിന് അയക്കാൻ നോക്കും. അതേസമയം നിങ്ങൾ ടെസ്റ്റിന് അയച്ചു പക്ഷെ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ടെസ്റ്റിന് ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസസ് പേഷ്യന്റിന്റെ ഇൻഷുറൻസ് കമ്പനി കവർ ചെയ്യത്തില്ല. ആ പേഷ്യന്റിന് ആ ടെസ്റ്റിലൂടെ പോകുമ്പോൾ വളരെയധികം വേദന സഹിക്കേണ്ട ഒന്നാണ്. ഇങ്ങനെയുള്ള കാര്യമാണെങ്കിലും എന്ത് ഡിസിഷൻ എടുക്കാം. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കാൻ വേണ്ട ഇനി ഇതൊന്നും അല്ലെങ്കിലോ, വെറുതെ പേഷ്യന്റിനെ സഫർ ചെയ്യിക്കണ്ട. അപ്പൊ നിങ്ങൾ എന്ത് ഡിസിഷനിലേക്ക് വരുന്നു അത് കോസ്റ്റിനെയും റിവാർഡിനെയും അനുസരിച്ചിരിക്കും. അപ്പൊ ദാറ്റ് മീൻസ് നമ്മൾ ഒരു സ്റ്റിമുലസിനെ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ഫിസിക്കലി ഒരു സ്റ്റിമുലസിന്റെ പ്രസൻസ് മാത്രം പോരാ, പകരം എന്തുകൊണ്ടുണ്ട്, നമ്മളുടെ കോഗ്നിറ്റീവ് പ്രോസസ്, ഡിസിഷൻ മേക്കിങ്ങിലുള്ള നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സസ് ഇൻവോൾവ് ആണ്. ആ ഡിസിഷൻ മേക്കിംഗ് നമ്മൾ എന്തിനെ ആസ്പദമാക്കിയ ചെയ്യുന്നത്, റിവാർഡ്സും കോസ്റ്റും. ആ ഡിസിഷൻ നമ്മൾ എടുക്കുന്നത് കൊണ്ട് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്ന കോസ്റ്റും റിവാർഡും എന്താണെന്ന് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഡിസിഷനിലേക്ക് വരുന്നത്. ക്ലിയർ ആയോ സിഗ്നൽ ഡിറ്റക്ഷൻ? അപ്പൊ ഒരു സിഗ്നൽ ഡിറ്റക്ട് ചെയ്യാന്നുള്ളത് ഒരു ഫിസിക്കൽ സ്റ്റിമുലസിന്റെ പ്രസൻസ് മാത്രം പോരാ, ഒരു സ്റ്റിമുലസിന്റെ ഫിസിക്കൽ പ്രസൻസ് മാത്രം പോരാ, നമ്മളുടെ ചില കോഗ്നിറ്റീവ് പ്രോസസ് കൂടി ഇൻവോൾവ് ആണ് നമ്മളൊരു സ്റ്റിമുലസിനെ ഡിറ്റക്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് നമ്മൾ സെൻസ് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് പ്യുവർലി ഫിസിക്കൽ ആയിട്ടുള്ള, ഫിസിയോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ് അല്ല, സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രോസസ് കൂടാണെന്ന്. ക്ലിയർ ആയോ ഡിറ്റക്ഷൻ എന്താന്നുള്ളത്, സിഗ്നൽ ഡിറ്റക്ഷൻ? ഓക്കെ. അപ്പൊ നമ്മൾ ഒരു ടാർഗറ്റിനെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സിഗ്നലിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ നമുക്ക് 4 തരത്തിലെ പോസിബിൾ ഔട്ട്കംസ് ആണ് ഉള്ളത്. നമ്മൾ യൂഷ്വലി സിഗ്നൽ ഡിറ്റക്ഷൻ നിങ്ങൾ എക്സ്ട്രാ മെറ്റീരിയൽസ് റീഡ് ചെയ്യുമ്പോഴൊക്കെ കാണാവുന്ന 4 കാര്യങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ ഇത് സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഒരു സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഞാൻ എഴുതുന്ന കാര്യം വായിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ 4 പോസിബിലിറ്റീസ് ആണുള്ളത്. നമ്മൾ ഒരു കാര്യം, ഒരു സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ, നമ്മളൊരു സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ 4 പോസിബിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ. ഒന്നാമതായിട്ട് വരുന്നതാണ് ഹിറ്റ്, രണ്ടാമതായിട്ട് വരുന്നതാണ് ഫോൾസ് അലാം, മൂന്നാമത് മിസ്സസ്, നാലാമത് കറക്റ്റ് റിജക്ഷൻസ്. അപ്പോൾ ഒരു സിഗ്നലിനെ നമ്മൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ 4 പോസിബിൾ ഔട്ട്കംസ് ആണ് ഉള്ളത്. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം. സിഗ്നൽ പ്രസന്റ് ആണെന്ന് വിചാരിക്കുക. സിഗ്നൽ പ്രസന്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ. നിങ്ങൾ ആ സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്തു. അങ്ങനെ വരുമ്പം എന്തായി, നിങ്ങൾ ഹിറ്റ് ആണ്. ആ പോസിബിൾ ഔട്ട്കം എന്താണ്, ഹിറ്റ് ആണ്. അതായത് ആ എക്സ്റേ ഫിലിമിൽ കണ്ട ഫെയിന്റ് ആയിട്ടുള്ള മാർക്കിംഗ് ട്യൂമർ ആണ്. നിങ്ങളും ഡിസൈഡ് ചെയ്തു ട്യൂമർ ആയേക്കാം, അപ്പൊ ഫെർദർ ടെസ്റ്റിംഗിന് പോകാം. ഇവിടെ നിങ്ങളുടെ സിഗ്നൽ ഡിറ്റക്ഷന്റെ ഔട്ട്കം എന്തായി, ഹിറ്റായി മാറി. ദാറ്റ് മീൻസ് സിഗ്നൽ അവിടെ പ്രസന്റ് ആയിരുന്നു, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ സിഗ്നലിനെ ഡിറ്റക്റ്റും ചെയ്തു. അപ്പൊ ആ പോസിബിൾ ഔട്ട്കം എന്തായി, ഹിറ്റ് ആണ്. അപ്പൊ കറക്റ്റ്ലി നിങ്ങൾ ഹിറ്റ് ചെയ്തു, സിഗ്നൽ ഉണ്ടായിരുന്നു, നിങ്ങൾ അതിനെ ഡിറ്റക്റ്റും ചെയ്തു. ഓക്കെ. അപ്പൊ ഇനി അടുത്ത പോസിബിൾ ഔട്ട്കം എങ്ങനെയാണ്, സിഗ്നൽ പ്രസന്റാ പക്ഷെ നിങ്ങൾ സിഗ്നൽ ഉണ്ടതായിട്ട് ഡിറ്റക്ട് ചെയ്തില്ല. അപ്പൊ ഇവിടെ എന്താകും, മിസ്സാകും. മനസ്സിലായോ? അപ്പൊ നമ്മുടെ എക്സാമ്പിൾ വെച്ചൊന്ന് നോക്കിയേ. ആ എക്സ്റേ ഫിലിമിൽ കണ്ട ഫെയിന്റ് സ്പോട്ട് ട്യൂമർ ആണ്, പക്ഷെ നിങ്ങൾക്ക് തോന്നി അത് ട്യൂമർ ആവത്തില്ല, വിട്ടുകളയാമെന്ന് തോന്നി. അപ്പൊ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തു, മിസ് ചെയ്തു. സിഗ്നൽ ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ ആ സിഗ്നലിനെ നിങ്ങൾ ഡിറ്റക്ട് ചെയ്തില്ല. അപ്പൊ അവിടെ എന്തായി, മിസ്സായി. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമ്മൾ 2 ഔട്ട്കംസ് കണ്ടു, ഹിറ്റും കണ്ടു, മിസ്സും കണ്ടു. എപ്പോഴാ ഹിറ്റ് ആകുന്നത്, സിഗ്നൽ പ്രസന്റ് ആണ്, നിങ്ങൾ ആ സിഗ്നലിനെ ഡിറ്റക്റ്റും ചെയ്യുമ്പോൾ അതെന്തായി, ഹിറ്റായി. സിഗ്നൽ പ്രസന്റ് ആയിരുന്നു പക്ഷെ നിങ്ങൾ ആ സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്തില്ല, അപ്പൊ അതെന്തായി, മിസ്സായി. ഇനി നോക്കിയേ, ഇനി 2 പോസിബിൾ ഔട്ട്കം കൂടെ ഉണ്ട് ഡിറ്റക്ഷനകത്ത്.
സിഗ്നൽ ആബ്സെന്റ് ആയിരുന്നു. പക്ഷെ നിങ്ങൾ സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്തു. അതായത് ആ കണ്ട ഫെയിന്റ് സ്പോട്ട് എന്ന് പറയുന്ന ട്യൂമർ അല്ല അത്. പക്ഷെ നിങ്ങൾ അതിനെ ട്യൂമർ ആയിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് ഫർദർ ടെസ്റ്റിന് ഓർഡർ ചെയ്തു. അപ്പൊ ഇവിടെ എന്തായിരിക്കാം വരുന്നത്? ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്ത് പറയാമോ? ഞാൻ ആ മൂന്നാമത്തെ False പോയിന്റിൽ alarm 4 ആണോ? ഔട്ട്കംസ്. ഫോൾസ് അലാം, വെരി ഗുഡ്, ഫോൾസ് അലാം ആണ്. ഫോൾസ് അലാം അല്ലെങ്കിൽ ഫോൾസ് പോസിറ്റീവ് ആണ്. അപ്പൊ ട്യൂമർ ആബ്സെന്റ് ആയിരുന്നു, സിഗ്നൽ ഇല്ല. ഇല്ലാത്ത സിഗ്നൽ നിങ്ങൾ ഡിറ്റക്ട് ചെയ്തു. അപ്പൊ അതെന്തായി? ഫോൾസ് അലാമായി, ഫോൾസ് പോസിറ്റീവായി. ഇനി നോക്കിയേ, സിഗ്നൽ ആബ്സെന്റ് ആ, നിങ്ങൾ സിഗ്നൽ ഡിറ്റക്ട് ചെയ്തുമില്ല. നിങ്ങളെ എക്സ്റേ ഫിലിമിൽ കണ്ട സ്പോട്ട് ട്യൂമർ അല്ല. നിങ്ങളുടെ കൺക്ലൂഷനും അത് ട്യൂമർ അല്ല എന്നായിരുന്നു. അപ്പൊ ഇവിടെ എന്തായി? എന്താണ് അപ്പൊ ഔട്ട്കം? ട്രൂ നെഗറ്റീവ്. ട്രൂ നെഗറ്റീവ് അല്ലെങ്കിൽ കറക്റ്റ് റിജക്ഷൻ. കറക്റ്റ് റിജക്ഷൻ. കറക്റ്റ് റിജക്ഷൻ അല്ലെങ്കിൽ ട്രൂ നെഗറ്റീവ്. അപ്പൊ ട്യൂമർ ഇല്ല, നിങ്ങളും ട്യൂമർ ഇല്ല എന്ന് തന്നെയാണ് ചിന്തിച്ചത്. ഇത്രയും മനസ്സിലായല്ലോ. അപ്പൊ ഹിറ്റ് എന്ന് പറയുന്ന ഔട്ട്കം എപ്പോഴാണ് ഉണ്ടാകുന്നത്? സിഗ്നൽ പ്രസന്റ് ആണ്, നിങ്ങൾ സിഗ്നൽ ഡിറ്റക്ട് ചെയ്തു. മിസ് എന്ന് പറയുന്ന ഔട്ട്കം അല്ലെങ്കിൽ ഫോൾസ് നെഗറ്റീവ് എന്ന് പറയുന്ന ഔട്ട്കം എപ്പോഴാണ് ഉണ്ടാകുന്നത്? സിഗ്നൽ പ്രസന്റ് ആണ്, പക്ഷെ നിങ്ങൾ സിഗ്നലിനെ ഡിറ്റക്ട് ചെയ്തില്ല. ഫോൾസ് അലാം അല്ലെങ്കിൽ ഫോൾസ് പോസിറ്റീവ് പറയുന്ന ഔട്ട്കം എപ്പോഴാണ് ഉണ്ടാകുന്നത്? സിഗ്നൽ ആബ്സെന്റ് ആണ്, ഇല്ലാത്ത സിഗ്നൽ നിങ്ങൾ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഫോൾസ് അലാമായി. ഇനിയും കറക്റ്റ് റിജക്ഷൻ അല്ലെങ്കിൽ ട്രൂ നെഗറ്റീവ് എന്ന് പറയുന്ന ഔട്ട്കം എപ്പോഴാണ് ഉണ്ടാകുന്നത്? സിഗ്നൽ ആബ്സെന്റ് ആണ്, നിങ്ങൾ ആ സിഗ്നലിനെ അങ്ങനെ തന്നെ ഇല്ലാന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ അത് എന്തായി? കറക്റ്റ് റിജക്ഷൻ അല്ലെങ്കിൽ ട്രൂ നെഗറ്റീവായി. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ സിഗ്നൽ ഡിറ്റക്ഷൻ തിയറി പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട 2 പോയിന്റ്സ് ആണ്. ഒന്നാമത്തേത് കോഗ്നിറ്റീവ് പ്രോസസ്. ഒരു സ്റ്റിമുലസ് ഡിറ്റക്ട് ചെയ്യുന്നതിൽ കോഗ്നിറ്റീവ് പ്രോസസ്സിന്റെ പ്രസൻസ് ഇമ്പോർട്ടന്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോഗ്നിറ്റീവ് പ്രോസസ്. ആ കോഗ്നിറ്റീവ് പ്രോസസ്, ഡിസിഷൻ മേക്കിങ്ങിലുള്ള കോഗ്നിറ്റീവ് പ്രോസസ് എന്തിന്റെ ബേസിസിലായിരിക്കും? ആ ഡിസിഷനോട് അസോസിയേറ്റ് ആയിട്ട് വരുന്ന കോസ്റ്റിന്റെയും റിവാർഡിന്റെയും ബേസിസിലായിരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. ഇനി നമ്മൾ ഒരു ടാർഗറ്റ് സ്റ്റിമുലസ് അല്ലെങ്കിൽ സിഗ്നൽ ഡിറ്റക്ട് ചെയ്യുമ്പോൾ 4 പോസിബിൾ ഔട്ട്കംസ് ഉണ്ടാകും. ഹിറ്റ്, ഫോൾസ് അലാംസ്, മിസ്സസ്, കറക്റ്റ് റിജക്ഷൻസ്. ഇത് രണ്ടുമാണ് സിഗ്നൽ ഡിറ്റക്ഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോയിന്റ്സ്. ക്ലിയർ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിച്ചോളൂ. ഈ തിയറി നമ്മുടെ സെൻസേഷനിൽ വരുന്ന ടോപ്പിക് അല്ലേ? സെൻസേഷനിൽ വരുന്നതാണ്. അറ്റൻഷന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ടും വരും. നമ്മള് സെൻസറി റിസപ്റ്റേഴ്സിന്റെ ഒരു നമ്മള് ലിമിറ്റേഷൻ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത് ത്രഷോൾഡ്, സബ്ലിമിനൽ പെർസെപ്ഷൻ. അപ്പൊ നമ്മൾ സെൻസ് ഓർഗൻസിലൂടെ നമ്മൾ റിസീവ് ചെയ്താൽ മാത്രം പോരാ, മറ്റു ചില പ്രോസസ്സോട് ഇൻവോൾവ് ആണ് നമ്മളൊരു സ്റ്റിമുലസ് ഡിറ്റക്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിൽ. ഓക്കെ മാം. ഇനിയും അടുത്തതാണ് വിജിലൻസ്. അപ്പൊ വിജിലൻസ് എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു ഫീൽഡ് ഓഫ് സ്റ്റിമുലേഷനിലേക്ക് കുറേ നേരം നമ്മൾ അറ്റൻഡ് ചെയ്യാണ്. എന്തെങ്കിലും ടാർഗറ്റ് സ്റ്റിമുലസ് ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മൾ ഒരു ചെറിയ ആക്ടിവിറ്റി ചെയ്തിട്ട് നോക്കാം. ഈ ഒരു എക്സസൈസിനകത്ത് നിങ്ങൾക്ക് ആ സ്ക്രീനിനകത്ത് റെഡ് സർക്കിൾ വരുന്ന സമയത്തെല്ലാം ഒന്ന് നിങ്ങളുടെ ടേബിളിൽ ടാപ്പ് ചെയ്യുക. ഹലോ, മുറിഞ്ഞു പോകുന്നുണ്ടോ? ഇപ്പൊ ഞാനൊന്നും സംസാരിക്കുന്നില്ല, ജസ്റ്റ് ഈ സ്ക്രീനിൽ റെഡ് സർക്കിൾസ് വരുമ്പോൾ നിങ്ങൾ ഒന്ന് ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാ ചെയ്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ആക്ടിവിറ്റിയിൽ ചെയ്ത എന്താ?
നിങ്ങൾ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? നമ്മളുടെ ടാർഗറ്റ് സ്റ്റിമുലസ് എന്തായിരുന്നു? സ്റ്റിമുലസ് ഓഫ് ഇൻട്രസ്റ്റ് എന്തായിരുന്നു? റെഡ് സർക്കിള് വരിക എന്നുള്ളത്, നോക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആ ഒരു ഫീൽഡിലേക്ക് കുറച്ചധികം സമയത്തേക്ക് നിങ്ങൾ എന്താ നോക്കിക്കൊണ്ടിരുന്നത്? ആ ഒരു പെർട്ടിക്കുലർ ടാർഗറ്റ് സ്റ്റിമുലസിന്റെ അപ്പിയറൻസ് ഡിറ്റക്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. ഇതിനെ പറയുന്ന പേരാണ് വിജിലൻസ്. അപ്പൊ വിജിലൻസ് എന്ന് പറയുമ്പോൾ ആ സ്റ്റിമുലസിന്റെ ഒക്കറൻസ് കണ്ടിന്യൂസ്ലി ഉണ്ടാവത്തില്ല, റെയർലി ആയിരിക്കും. പക്ഷെ ഒക്കർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് വേണ്ട സ്റ്റിമുലസുകളായിരിക്കും. അത്തരം സ്റ്റിമുലസിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് അറ്റൻഡ് ചെയ്യുന്നതിനാണ് വിജിലൻസ് എന്ന് പറയുന്നത്. നമ്മൾ NCERT ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വിജിലൻസിനെ സസ്റ്റെയിൻഡ് അറ്റൻഷൻ എന്നും പറയാറുണ്ട്. ഒരുപാട് ലിറ്ററേച്ചറിൽ വിജിലൻസിനെ തന്നെയാണ് സസ്റ്റെയിൻഡ് അറ്റൻഷൻ എന്നും പറഞ്ഞു കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ഒരു സസ്റ്റെയിൻഡ് അറ്റൻഷൻ അല്ലെങ്കിൽ വിജിലൻസ് വേണ്ടി വരുന്ന ഏതെങ്കിലും ഒരു ജോബ് പ്രൊഫൈൽ നിങ്ങൾക്ക് ആലോചിച്ച് പറയാൻ സാധിക്കുമോ? സോൾജിയേഴ്സ് ഒക്കെ സോൾജിയേഴ്സിന് വിജിലൻസ് വേണ്ടയാണ്. പിന്നെ എയർ ട്രാഫിക് കൺട്രോളേഴ്സ്. അപ്പൊ അവരുടെ ഫീൽഡ് ഓഫ് സ്റ്റിമുലേഷനിലേക്ക് ഒരു ടാർഗറ്റ് സ്റ്റിമുലസിന്റെ അപ്പിയറൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ കെയർഫുള്ളി അറ്റൻഡ് ചെയ്യുന്നതിനെയാണ് വിജിലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റിമുലസ് ചിലപ്പം ഒരേ ഇന്റർവെല്ലിൽ ഒരുപാട് ഫാക്ടേഴ്സ് വിജിലൻസിനെ അഫക്ട് ചെയ്യും. ഒരേ ഇന്റർവെല്ലിൽ വരുന്ന സ്റ്റിമുലസ് ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാണ്. പക്ഷെ ഇറഗുലർ ഇന്റർവെല്ലാണ് വരുന്നത്, ഡിഫറെന്റ് ലൊക്കേഷനിൽ. ഇപ്പൊ ഞാൻ ഈ തന്ന ടാസ്കിനകത്ത് ആ സർക്കിൾ അപ്പിയർ ചെയ്യുന്നത് ഒരേ സ്ഥലത്ത് തന്നെ ആയിരുന്നു, പക്ഷെ ടൈം ഇന്റർവെൽ ഡിഫറെന്റ് അല്ലേ? എല്ലാ 2 മിനിറ്റ് കൂടുമ്പോഴോ എല്ലാ 3 മിനിറ്റ് കൂടുമ്പോഴോ ഒന്നുമല്ല, ഡിഫറെന്റ് ടൈം ഇന്റർവെൽ. പക്ഷെ അപ്പിയർ ചെയ്യുന്ന ലൊക്കേഷൻ ഒന്ന് തന്നെ. അതേസമയം സ്ക്രീനിന്റെ പല സ്ഥലത്താണ് അപ്പിയർ ചെയ്യുന്നതെങ്കിലും കുറച്ചുകൂടെ ടാസ്ക് ഡിഫിക്കൽട്ട് ആകും. അപ്പൊ ലൊക്കേഷൻ എവിടെ അപ്പിയർ ചെയ്യുന്നു, അതുപോലെ തന്നെ ടൈം ഇന്റർവെൽ, ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലാണ് അപ്പിയർ ചെയ്യുന്നതെങ്കിൽ വിജിലൻസ് ടാസ്ക് കുറച്ചുകൂടി എളുപ്പവും അല്ലെ? ആ ടൈം ഇന്റർവെൽ ആകുമ്പോൾ നമ്മൾ ഒന്ന് ഫോക്കസ്ഡ് ആയാൽ മതി. പക്ഷെ ഡിഫറെന്റ് ടൈം ഇന്റർവെലും ഡിഫറെന്റ് ലൊക്കേഷനും ഒക്കെ വരുമ്പോൾ ടെമ്പറൽ അൺസർട്ടനിറ്റിയും സ്പേഷ്യൽ അൺസർട്ടനിറ്റിയും വരുമ്പോൾ വിജിലൻസ് കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, അപ്പൊ ഈ വിജിലൻസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് എന്താ? ഈ പറയുന്ന സ്റ്റിമുലസ് റെയർലി ഒക്കർ ചെയ്യത്തുള്ളൂ, പക്ഷെ ഒക്കർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണ്ടതാണ് അല്ലെ? ഇപ്പൊ സോൾജേഴ്സിന്റെ കേസ് നോക്കിയേ, ഒരു ടെററിസ്റ്റിനെ സ്പോട്ട് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലെ ആക്ടിവിറ്റീസ് നടക്കുമോ എന്നുള്ളത് റെയർലി ഉണ്ടാകുന്ന കാര്യമാണ്. പക്ഷെ ഒരു മൂവ്മെന്റ് നടന്നാൽ ഇമ്മീഡിയറ്റ്ലി അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അതിന് നമ്മൾ വലിയ ലെവലിൽ നമുക്ക് അതിന് കോൺസിക്വൻസസ് ഉണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വിജിലൻസ് ഇൻവോൾവ് ആകുന്ന ടാസ്കുകൾ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടുമാണ്, വളരെയധികം ഇമ്പോർട്ടന്റുമാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പെർസെപ്ഷനും സെൻസേഷനും എടുത്തപ്പം NCERTയുടെ ചാപ്റ്റർ ഞാൻ ഷെയർ ചെയ്തു എന്നാണ് എന്റെ ഓർമ്മ. NCERTയുടെ ഈ ഒരു പെർസെപ്ഷൻ ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ ഞാൻ ഷെയർ ചെയ്തിരുന്നു. അതേ ചാപ്റ്ററിന്റെ തന്നെ ഫസ്റ്റ് ഹാഫിലാണ് അറ്റൻഷൻ എന്ന് പറയുന്ന ഈ ഒരു കണ്ടന്റ് NCERTയുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു, നിങ്ങൾ അത് ഒന്നുകൂടെ നോക്കിയാൽ മതി. ഞാൻ ഈ പറഞ്ഞ ഓട്ടോമാറ്റിക് ആൻഡ് കൺട്രോൾ പ്രോസസ്സിംഗ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടില്ല, പക്ഷെ ബാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ NCERTയുടെ മെറ്റീരിയലിനകത്തുണ്ട്, ഓൾറെഡി ഷെയർ ചെയ്തിട്ടുള്ള കണ്ടന്റിനകത്തുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് സെലക്റ്റീവ് അറ്റൻഷൻ. പേരിൽ തന്നെ ഉണ്ട് സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്റ്റിമുലസിൽ നിന്നും നമ്മൾ കുറച്ചു മാത്രം സെലക്ട് ചെയ്യുന്നതിനാണ് സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഇതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തിയ ആളാണ് കോളിൻ ഷെറി. അദ്ദേഹത്തിന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ് കോക്ടെയിൽ പാർട്ടി ഫിനോമിനൻ. അപ്പൊ നിങ്ങൾ പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ബഹളം ഉണ്ടാവും അല്ലെ? ഒരേ സമയം ഒരുപാട് ഗ്രൂപ്പ്സ് കാണും, കോൺവെർസേഷൻ ചെയ്യുന്നതിനകത്ത് ഒരുപാട് നോയ്സസ് ഉണ്ടാകും. ഇത്രയും നോയ്സിന്റെ ഇടയ്ക്കും നിങ്ങളോട് സംസാരിക്കുന്ന ആളെ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലേ? അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ എൻഗേജിങ് ഇൻ സെലക്റ്റീവ് അറ്റൻഷൻ. ഇനി അതല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയാം. സെയിം സെനേറിയോ തന്നെ, നിങ്ങളത്തെ ഒരാൾ വന്ന് പാർട്ടിക്ക് പോയ സമയത്ത് നിങ്ങളുടെ ഒരു റിലേറ്റീവ് വന്നിട്ട്, അദ്ദേഹം ഒരു ഇൻഷുറൻസ് ഏജന്റ് ആണെന്ന് വിചാരിക്കാം, വന്നിട്ട് കിട്ടിയ ഒരു അവസരത്തിൽ ഒരു ഗെറ്റ് ടുഗദറിലൊക്കെയാണല്ലോ ആളുകളെ മീറ്റ് ചെയ്യാൻ പറ്റുന്നത്. അത്തരം ഒരു അവസരം കിട്ടിയപ്പം ഒരു കാഷ്വൽ കോൺവെർസേഷനകത്ത് അദ്ദേഹം ഒരു പുതിയൊരു പോളിസി വന്നു, അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കുകയാണ്, പിന്നീട് വന്ന് ഡീറ്റെയിൽസ് പറയാം. പക്ഷെ ഒന്ന് ഇൻട്രസ്റ്റ് ഒന്ന് അവിടെ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി അദ്ദേഹം കിട്ടിയ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോളിസിനെ കുറിച്ച് ഇങ്ങനെ പറയാം. അപ്പൊ നിങ്ങൾ അത് കേൾക്കുന്നുണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് നോയ്സും ഉണ്ട്. പക്ഷെ ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിലധികം താല്പര്യമില്ല.
പകരം അപ്പുറത്തെ ടേബിളിൽ ഇരിക്കുന്ന 2 പേര് നിങ്ങൾക്ക് അറിയാവുന്ന മൂന്നാമത് ഒരാളെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തോ ഇൻഫർമേഷൻ പറയാം. അപ്പൊ ഇദ്ദേഹം നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും ഇത് ബാക്ക്ഗ്രൗണ്ട് ആയിക്കൊണ്ട് നിങ്ങൾക്ക് മറ്റു ടേബിളിൽ നടക്കുന്ന കോൺവെർസേഷനെ ശ്രദ്ധിക്കാൻ പറ്റില്ലേ? അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെലക്റ്റീവ് അറ്റൻഷൻ. ഈ ഫിനോമിനനെ അദ്ദേഹം വിളിച്ച പേരാണ് കോക്ടെയിൽ പാർട്ടി ഫിനോമിനൻ. അതായത് പാർട്ടി നടക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത്രയും നോയ്സിന്റെ ഇടയ്ക്ക് നമുക്ക് സെലക്റ്റീവ്ലി കുറച്ച് ഇൻഫർമേഷൻസിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ ഫിനോമിനൻ ആണ് കോക്ടെയിൽ പാർട്ടി ഫിനോമിനൻ. അപ്പൊ സെലക്റ്റീവ് അറ്റൻഷൻ ലബോറട്ടറിയിൽ സയന്റിഫിക്കലി ചെറി സ്റ്റഡി ചെയ്തിരുന്നു. ഇപ്പൊ കോക്ടെയിൽ പാർട്ടി ഫിനോമിനൻ നമുക്കൊരു ലാബ് സെറ്റിംഗിൽ ഉണ്ടാക്കിയെടുക്കാൻ പാടല്ല. നമുക്കൊരു പാർട്ടി ഓർഗനൈസ് ചെയ്ത് ലാബ് സെറ്റിംഗിൽ പഠിക്കാൻ ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ലാബ് സെറ്റിംഗിൽ, ലബോറട്ടറി സെറ്റിംഗിൽ സെലക്റ്റീവ് അറ്റൻഷൻ പഠിക്കാൻ വേണ്ടി അദ്ദേഹം യൂസ് ചെയ്ത ടാസ്ക് ആണ് ഷാഡോയിങ് എന്ന് പറയുന്നത്. ലാബ് സെറ്റിംഗിൽ സെലക്റ്റീവ് അറ്റൻഷൻ പഠിക്കാനായിട്ട് ചെറി യൂസ് ചെയ്ത ടാസ്ക് ആണ് ഷാഡോയിങ്. അതിനുവേണ്ടി അദ്ദേഹം ഡിക്കോട്ടിക് പ്രസന്റേഷൻ ആണ് യൂസ് ചെയ്തത്. ഡിക്കോട്ടിക് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരേ സമയം നമ്മുടെ 2 ചെവിയിലും 2 തരത്തിലെ ഇൻപുട്സ് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാകും. ഒരേ സമയം എന്താ നോക്കിയ, ഹെഡ്ഫോണിനകത്ത് ഈ ഹെഡ്ഫോണിൽ കൊടുക്കുന്ന ഇൻഫോർമേഷൻ ഡിഫറെന്റ് ആണ് കമ്പയർഡ് ടു ഇപ്പുറത്തെ ഹെഡ്ഫോണിൽ വരുന്ന ഇൻഫോർമേഷൻ. ഇപ്പൊ 2 തരത്തിൽ ഇൻഫോർമേഷൻ വരും. എന്നിട്ട് സബ്ജക്റ്റിനോട് പറയും ഏത് ഇൻഫോർമേഷൻ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അതായത് റൈറ്റ് ഇയറിൽ കേൾക്കുന്ന ഇൻഫോർമേഷൻ പറയാൻ വേണ്ടി അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇൻസ്ട്രക്ഷൻ കൊടുക്കും. ഒരേ സമയം 2 കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പോലും ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു ഇൻഫർമേഷനെ അറ്റൻഡ് ചെയ്തുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് ഷാഡോയിങ് എന്ന് പറയുന്നത്. നമ്മൾ ഷാഡോ പോലീസ് എന്ന് പറയത്തില്ലേ? ഷാഡോ പോലീസ് എന്താ ചെയ്യുന്നത്? നമ്മൾ ആരെങ്കിലും ഫോളോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഉള്ളതിനകത്ത് ഒരാളെ തന്നെ ഫോളോ ചെയ്ത് പോകാൻ അവർക്ക് സാധിക്കത്തില്ല. അപ്പൊ അത് തന്നെയാണ് ഈ ഷാഡോയിങ് ചെയ്യുന്നത്. 2 ഇൻഫർമേഷൻ ഉണ്ടെങ്കിലും ഒന്നിനെ മാത്രം ഷാഡോ ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിനെ നമുക്ക് അറ്റൻഡ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇതിനെയാണ് ഡിക്കോട്ടിക് ലിസണിങ് ടാസ്ക് എന്ന് വിളിക്കുന്നത്, ഡിക്കോട്ടിക് പ്രസന്റേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഇൻഫർമേഷൻ, അറ്റൻഡഡ് ഇൻഫർമേഷൻ പറയുന്നതിന് ഷാഡോയിങ് എന്ന് പറയുന്നത്. ഓക്കെ. സെലക്റ്റീവ് അറ്റൻഷൻ ലബോറട്ടറിയിൽ പഠിക്കാനായിട്ട് ചെറി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത ടാസ്ക് ആണ് ഷാഡോയിങ്ങും ഡിക്കോട്ടിക് പ്രസന്റേഷനുമാണ് ചെറി യൂസ് ചെയ്തത്. അപ്പൊ നമ്മൾ ഒരേ സമയം ഒരു ഇൻപുട്ടിനെ അറ്റൻഡ് ചെയ്യുകയും മറ്റേ ഇൻപുട്ടിനെ ഇഗ്നോർ ചെയ്യുകയും നമ്മൾ ചെയ്യുന്നുണ്ട് സെലക്റ്റീവ് അറ്റൻഷനകത്ത്. ഓക്കെ. പക്ഷെ ഇഗ്നോർഡ് ഇൻപുട്ടിനകത്ത് നമുക്ക് പേഴ്സണലി റെലവെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ വന്നാൽ നമ്മൾക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാനും പറ്റും. നിങ്ങൾ ഈ കോക്ടെയിൽ പാർട്ടി ഫിനോമിനിലേക്ക് തന്നെ വന്നേ. നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കോൺവെർസേഷനിൽ നിങ്ങൾ ഫുള്ളി ഇൻവോൾവ് ആയിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഏതെങ്കിലും ടേബിളിൽ നിങ്ങളുടെ പേര് വിളിക്കുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധ മാറത്തില്ലേ? നമ്മൾ അധ്യാപകരായിട്ടുള്ളവരുണ്ടെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാകും. 2 കുട്ടികൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് അവരുടെ പേര് എവിടെയെങ്കിലും മെൻഷൻ ചെയ്യുന്ന കേട്ടാൽ ആ കോൺവെർസേഷനിൽ എൻഗ്രോസ്ഡ് ആയിരുന്നവർ പെട്ടെന്ന് തിരിച്ച് അവരുടെ പേര് കേട്ടെടുത്തേക്ക് അവരുടെ ശ്രദ്ധ പോകും. അപ്പൊ നമ്മൾ ഒരു ഇൻഫർമേഷനെ അറ്റൻഡ് ചെയ്യുന്നില്ലെങ്കിൽ പോലും പേഴ്സണലി റെലവെന്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് വന്നാൽ നമുക്ക് അതിലേക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ ചെറി ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ഡിക്കോട്ടിക് പ്രസന്റേഷനിലൂടെയും ഷാഡോയിങ്ങിലൂടെയുമാണ് സെലക്റ്റീവ് അറ്റൻഷൻ. ഒരുപാട് സ്റ്റിമുലസിൽ നിന്നും വേണ്ടത് മാത്രം സെലക്ട് ചെയ്ത് അറ്റൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് സെലക്റ്റീവ് അറ്റൻഷൻ. സെലക്റ്റീവ് അറ്റൻഷനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് തിയറീസ് ഉണ്ട്. നിങ്ങളുടെ സിലബസിൽ സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് മാത്രമേ ഉള്ളെങ്കിലും ഞാൻ തിയറീസ് ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ച ഒരു റീസൺ ഉണ്ട്. നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ NCERTയുടെ സെലക്റ്റീവ് അറ്റൻഷന്റെ തിയറീസ് പറയുന്നുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഇനിയും NCERT ബേസ് ചെയ്താണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ടോപ്പിക്ക് നിങ്ങൾ വിട്ടുപോകണ്ട. സെലക്റ്റീവ് അറ്റൻഷന്റെ തിയറീസ് ഏതൊക്കെയാന്ന് നോക്കാം. വളരെ ബേസിക് ലെവൽ, ഒരുപാട് ഡെപ്തിലേക്ക് ഞാൻ കവർ ചെയ്യുന്നില്ല. ബേസിക് ലെവലിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം ഏർലി തിയറീസിന് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് തിയറി ഓഫ് സെലക്റ്റീവ് അറ്റൻഷൻ ബ്രോഡ്ബെൻഡിന്റെ ഫിൽറ്റർ മോഡലാണ്. ഡൊണാൾഡ് ബ്രോഡ്ബെൻഡിന്റെ ഫിൽറ്റർ തിയറിയാണ് സെലക്റ്റീവ് അറ്റൻഷന്റെ ഒരു ഏർലി തിയറി എന്ന് പറയുന്നത്. അപ്പൊ ബ്രോഡ്ബെൻഡ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഒരേ സമയം ഒരുപാട് ഇൻഫർമേഷൻ വരുമ്പോൾ നമുക്ക് പ്രോസസ് ചെയ്യാൻ പാടല്ലേ. അപ്പൊ ഒരുപാട് ഇൻഫർമേഷൻ വരുന്നുണ്ട്, നമ്മളൊരു ബോട്ടിൽ നെക്ക് കൈൻഡ് ഓഫ് കണ്ടീഷൻ ആണ് ഉണ്ടാകുന്നത് അല്ലെ. ഇതാ ഇങ്ങനെ ഇത്രയും ഇൻഫർമേഷൻ വരുന്നത്. ഇപ്പൊ ഇവിടെ വന്നപ്പോ എന്താ, ഒരു ബോട്ടിലിന്റെ നെക്ക് പോലെ സ്ഥലം വളരെ കുറവാ. അപ്പൊ ഇതിൽ നിന്നും ഈ വരുന്ന എല്ലാ ഇൻഫർമേഷനും കയറി വരാൻ പറ്റുമോ? ഇല്ല. ഇതിൽ നിന്നും ചിലതിന് മാത്രമേ ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ.
അപ്പൊ ഒരുപാട് ഇൻകമിങ് ഇൻഫർമേഷൻ വരുമ്പോൾ ഒരു ബോട്ടിൽ നെക്ക് കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അപ്പൊ അത് ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമുക്കൊരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്റർ എന്താ ചെയ്യുന്നത്, ഇവിടെ നോക്കിയാൽ അറിയാം. ഇൻകമിങ് ഇൻഫർമേഷൻ ഉണ്ട് ഒരുപാട്, അല്ലെ? ഒരുപാട് ഇൻകമിങ് ഇൻഫർമേഷൻ വരുന്നുണ്ട്. ഈ ഇൻകമിങ് ഇൻഫർമേഷനെ ഇവിടെ ഒരു ഫിൽറ്റർ എന്ത് ചെയ്യും, സ്ക്രീൻ ഔട്ട് ചെയ്യും. ഈ സ്ക്രീൻ ഔട്ട് ചെയ്യുന്ന എന്തിന്റെ ബേസിസിലാണ്, ആ ഇൻകമിങ് ഇൻഫർമേഷന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ ബേസിസിൽ. അതല്ലാതെ ബ്രോഡ്ബാൻഡ് വേറെ അധികം ഹയർ ലെവൽ ഓഫ് പ്രോസസ്സിംഗ് ഒന്നും അവിടെ പറയുന്നില്ല. ഫിസിക്കൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഇന്റൻസിറ്റി, അതല്ലെങ്കിൽ നോവൽറ്റി, അല്ലെ, ഭയങ്കര ലൗഡ് ആയിട്ടുള്ള സൗണ്ട്, അതല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സൗണ്ട്, പുതുമയുള്ള ശബ്ദം, കേട്ടുപരിചയമില്ലാത്തത്, ഒക്കെ ചെയ്യുന്ന ഇന്റർവെൽ. അപ്പൊ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, സ്റ്റിമുലസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ ബേസിസ് ഇവിടെ എന്ത് നടക്കും, ഒരു ഫിൽറ്ററിങ് നടക്കും. അപ്പൊ ഫിൽറ്ററിങ് നടന്നു കഴിഞ്ഞിട്ട് കുറച്ച് സ്റ്റിമുലസ് മാത്രമായിരിക്കും പിന്നീട് ബാക്കി ഫർദർ പ്രോസസ്സിങ്ങിനായിട്ട് പോകുന്നത്. അപ്പൊ ബ്രോഡ്ബാൻഡിന്റെ ഫിൽറ്റർ തിയറി പറയുന്ന എന്താണ്, നമ്മൾ അറ്റൻഡ് ചെയ്യാത്ത ഇൻഫർമേഷനെ, അൺഅറ്റൻഡഡ് ഇൻഫർമേഷനെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ഔട്ട് ചെയ്തിട്ട് അത് അവിടെ നഷ്ടമായി പോകുന്നു എന്നാണ് ബ്രോഡ്ബാൻഡ് പറയുന്നത്. ബാക്കി നമ്മളുടെ ഫിൽറ്ററിലൂടെ പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻ മാത്രമാണ് ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടി മുന്നോട്ട് പോകുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ ബ്രോഡ്ബാൻഡിന്റെ ഫിൽറ്റർ മോഡൽ ഓർത്തിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ. ബ്രോഡ്ബാൻഡിന്റെ ഫിൽറ്റർ മോഡൽ പറയുന്നത്, നമുക്കൊരു സെലക്ടീവ് ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്റർ എന്താ ചെയ്യുന്നത്, ചില ഇൻഫർമേഷനെ, ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ബേസിസിൽ ചില ഇൻഫർമേഷനെ സ്ക്രൂട്ടനൈസ് ചെയ്ത് ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടി വിടുന്നു. ബാക്കി ഇൻഫർമേഷനെ, അൺഅറ്റൻഡഡ് ഇൻഫർമേഷൻ അവിടെ എന്താകും, നഷ്ടമായി പോകും. ക്ലിയർ ആയല്ലോ? ഇതാണ് ബ്രോഡ്ബാൻഡിന്റെ ഫിൽറ്റർ തിയറി, ഫിൽറ്റർ മോഡൽ എന്ന് പറയുന്നത്. ഇനിയും അടുത്ത നോക്കിയേ, ഫിൽറ്റർ മോഡൽ കഴിഞ്ഞതിന് ശേഷം വന്ന മോഡലാണ് അറ്റിൻവേഷൻ മോഡൽ. അറ്റിൻവേഷൻ മോഡൽ ആനി ട്രസ്മാന്റെ മോഡലാണ്. അപ്പൊ ട്രസ്മാൻ പറഞ്ഞത് ബ്രോഡ്ബാൻഡ് മോഡലിനെ തന്നെ കുറച്ചുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്തതാണ് ട്രസ്മാൻ ചെയ്തത്. അപ്പൊ ട്രസ്മാൻ പറഞ്ഞത്, ഈ ഫിൽറ്റർ എന്ന് പറയുന്നത്, ബ്രോഡ്ബാൻഡ് എന്താ പറഞ്ഞത്, സെലക്ടീവ് ഫിൽറ്ററിലൂടെ കടന്നു പോകുന്ന ഇൻഫർമേഷൻ മാത്രമാണ് മുന്നേക്ക് പോകുന്നത്, ബാക്കി ഇൻഫർമേഷൻ അവിടെ നഷ്ടമായി പോകുന്നു എന്നാണ് ബ്രോഡ്ബാൻഡ് പറഞ്ഞത്. പക്ഷെ ട്രസ്മാൻ പറഞ്ഞത് അങ്ങനെയല്ല, അത് നഷ്ടമായി പോകുന്നില്ല, പകരം എന്താകുന്നതേ ഉള്ളൂ, അറ്റിൻവേറ്റ് ആകുന്നതേ ഉള്ളൂ. അറ്റിൻവേറ്റ് ആകുന്നതെന്ന് പറഞ്ഞാൽ വീക്കായി പോകുന്നേ ഉള്ളൂ. അപ്പൊ അറ്റൻഡ് ചെയ്യാത്ത മെസ്സേജ് അവിടെ മൊത്തത്തിൽ നഷ്ടമാകുന്നില്ല. അപ്പൊ അവിടെ ഫിൽറ്റർ അല്ല, പകരം ഒരു അറ്റിൻവേഷൻ കൺട്രോൾ ആണ്. അപ്പൊ അതൊന്ന് വീക്കൻ ആയിട്ട് പോകുന്നതേ ഉള്ളൂ. അപ്പൊ വീക്കൻഡ് ഫോമിലാണ് അത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ആ ചെറിയുടെ എക്സാമ്പിൾ പറഞ്ഞില്ലേ, കോക്ടെയിൽ പാർട്ടി ഫിനോമിനില്, അത് കുറച്ചുകൂടെ ട്രസ്മാന്റെ മോഡലിനെയാണ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നത് ബ്രോഡ്ബാൻഡിന്റെ മോഡലിനെ. കാര്യം നമ്മൾ ചെറിയ കോക്ടെയിൽ പാർട്ടി ഫിനോമിനിൽ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ ഒരാളുമായിട്ട് കോൺവെർസേഷനിൽ ഇൻവോൾവ് ആകുമ്പം ബാക്കി ചുറ്റുമുള്ളത് എന്താണ്, ചുറ്റുമുള്ള കോൺവെർസേഷൻ എന്ത് സ്റ്റിമുലസ് ആണ്, അൺഅറ്റൻഡഡ് സ്റ്റിമുലസ് ആണ്, ഇറലെവന്റ് സ്റ്റിമുലസ് ആണ്, അല്ലെ? അപ്പൊ അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നോയിസ് എന്ന് കേൾക്കുന്നുള്ളൂ, എന്താ അവര് പറയുന്നത് നമ്മൾ അറിയുന്നുണ്ടോ, ഇല്ല, അല്ലെ? നമ്മളുടെ കോൺസെൻട്രേഷൻ എവിടെ, നമ്മൾ പ്രോസസ് ചെയ്യുന്ന എവിടെയാണ്, നമ്മളോട് സംസാരിക്കുന്ന ആളുടെ കോൺവെർസേഷൻ ആണ് നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ബ്രോഡ്ബാൻഡ് പറഞ്ഞ പോലെ ബാക്കി ഇൻഫർമേഷൻ അവിടെ നഷ്ടാവണം. പക്ഷേ ഈ സമയത്ത് നമ്മളുടെ പേര് എവിടെയെങ്കിലും പറയുന്നതായിട്ട് കേട്ടാൽ പെട്ടെന്ന് നമ്മളുടെ അറ്റൻഷൻ അവിടെ അലേർട്ട് ആവത്തില്ലേ, നമ്മൾ ഗ്രാസ്പ് ചെയ്യത്തില്ലേ നമ്മുടെ പേര്. ഇപ്പൊ ബ്രോഡ്ബാൻഡ് പറഞ്ഞ പോലെ ബാക്കി ഇൻഫർമേഷൻ നഷ്ടാവുകയാണെങ്കിൽ നമ്മുടെ പേര് എവിടെയെങ്കിലും ആ ബാക്ക്ഗ്രൗണ്ട് നോയ്സിൽ പറയുന്ന കേട്ടാലും നമ്മൾ അറിയാൻ പാടില്ല. പക്ഷെ നമ്മൾ അറിയുന്നുണ്ട്. ദാറ്റ് മീൻസ് അൺഅറ്റൻഡഡ് ഇൻഫർമേഷൻ അവിടെ എന്താവുന്നുള്ളൂ, വീക്കൻ ആവുന്നതേ ഉള്ളൂ, കംപ്ലീറ്റ്ലി നഷ്ടമായി പോകുന്നില്ല. വീക്കൻ ആയിട്ടുള്ള ഫോമിലാണ് അത് മുന്നേക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പോ അവിടെ നമുക്ക് പേഴ്സണലി റെലവെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ വന്നാൽ, നമുക്ക് സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വന്നാൽ, വീക്കൻഡ് ആയിട്ടുള്ള സ്റ്റിമുലസ് പിന്നീട് ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടി അവിടെ വെച്ച് പിക്കപ്പ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇതാണ് അറ്റിൻവേഷൻ മോഡൽ. ബ്രോഡ്ബാൻഡിന്റെ മോഡലിന്റെ ഒരു സ്ലൈറ്റ് മോഡിഫിക്കേഷൻ ആണ് ആനി ട്രസ്മാൻ ചെയ്തത്. ഫിൽറ്റർ കംപ്ലീറ്റ്ലി അൺഅറ്റൻഡഡ് ഇൻഫർമേഷൻ അവിടെ നഷ്ടമാക്കുന്നില്ല, പകരം അത് അതിന്റെ മൈൽഡ് ഫോമിൽ, വീക്കൻഡ് ആയിട്ടുള്ള ഫോമിലാണ് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നത്. അപ്പൊ ഈ വീക്കൻഡ് ഇൻഫർമേഷനകത്ത് നമുക്ക് പേഴ്സണലി സിഗ്നിഫിക്കൻസ് ഉള്ളതോ റെലവെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വന്നാൽ ഇത് വീണ്ടും നമ്മുടെ അറ്റൻഷൻ ഫോക്കസിലേക്ക് വരും. ക്ലിയർ ആയോ? രണ്ട് മോഡൽസ് ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഓക്കെ, ഇനി ഒരു മോഡൽ കൂടെ ഉണ്ട്, ലേറ്റ് ഫിൽറ്റർ മോഡൽ. ഇത് ഡച്ച് ആൻഡ് ഡച്ചിന്റെ മോഡലാണ്. അപ്പൊ ഇവിടെ വ്യത്യാസം ഇതേ ഉള്ളൂ, പേര് തന്നെ ഉണ്ട്. ട്രസ്മാന്റെയും ബ്രോഡ്ബെൻഡിന്റെ മോഡൽസ് ഏർലി ഫിൽറ്റർ മോഡൽസ്. ഏർലി ഫിൽറ്റർ മോഡൽ എന്ന് പറഞ്ഞാൽ ആദ്യം വന്ന തിയറി എന്നുള്ള അർത്ഥത്തിലല്ല, ആ ഫിൽറ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇനിഷ്യൽ സ്റ്റേജിലാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിസിലാണ് അവിടെ എന്ത് നടക്കുന്നത്, ഫിൽറ്ററിങ് നടക്കുന്നത്. ഓക്കെ, ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്റൻസിറ്റി, അതായത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റിമുലസ്, ലൗഡ് ആയിട്ടുള്ള സ്റ്റിമുലസ്, നോവൽറ്റി, പുതുമയുള്ള സ്റ്റിമുലസ്, മൂവ് ചെയ്യുന്ന സ്റ്റിമുലസ്, അങ്ങനത്തെ സ്റ്റിമുലസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി, അതിന്റെ ബേസിസിൽ ഫിൽറ്ററിങ് നടക്കുന്നു എന്നാണ്. അപ്പൊ ഫിസിക്കൽ ബേസിസിൽ ഫിൽറ്ററിങ് നടക്കണമെങ്കിൽ ഫിൽറ്റർ ആദ്യം സ്റ്റിമുലസ് വരുന്ന ഉടനെ തന്നെ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒന്നാ അല്ലേ. അത് കഴിഞ്ഞിട്ട് ഫിൽറ്റർ ഔട്ട് ആകുന്ന സ്റ്റിമുലസ് ആണ് പിന്നെ ഫർദർ പ്രോസസ്സിംഗിലേക്ക് പോകുന്നത് എന്നാണ് ഏർലി ഫിൽറ്റർ തിയറീസ് പറയുന്നത്. ലേറ്റ് ഫിൽറ്റർ മോഡൽ എന്ന് പറയുമ്പം ഈ ഫിൽറ്ററിങ് നടക്കുന്നുണ്ട്, പക്ഷെ ഫിൽറ്ററിങ് നോക്കിയേ കുറച്ചുകൂടെ നീങ്ങിയാണ്, ലേറ്റ് ആയിട്ടാണ് ഫിൽറ്ററിങ് നടക്കുന്നത് എന്നാണ് ഈ ലേറ്റ് ഫിൽറ്റർ മോഡൽ പറയുന്നത്. ഫിൽറ്ററിങ് നോക്കി ഇവിടാണ്. ഏർലി ഫിൽറ്റർ തിയറീസിലൊക്കെ സെൻസറി രജിസ്റ്റർ കഴിയുന്ന ഉടനെ തന്നെ ഫിൽറ്റർ വരുന്നുണ്ട്. ബ്രോഡ്ബെൻഡിനകത്ത് ആ ഫിൽറ്റർ കംപ്ലീറ്റ്ലി ഇൻഫോർമേഷനെ അങ്ങ് അവോയ്ഡ് ചെയ്യും. ട്രസ്മാന്റെ മോഡലിനകത്ത് ഫിൽറ്റർ ഡോട്ട് ഇൻഫർമേഷൻ വീക്കെൻഡ് ആകുന്നു, അതേ ഉള്ളൂ വ്യത്യാസം. പക്ഷെ ലേറ്റ് ഫിൽറ്റർ മോഡലിനകത്ത് ഫിൽറ്റർ നോക്കിയാൽ കുറച്ചുകൂടി ഇങ്ങോട്ട് നീങ്ങിയ. അപ്പോ ലേറ്റ് ഫിൽറ്റർ മോഡൽ പറയുന്നത് സ്റ്റിമുലെ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ ബേസിസിൽ മാത്രമല്ല നമ്മൾ ഫിൽറ്റർ ഔട്ട് ചെയ്യുന്നത്, അതിന്റെ മീനിങ് കൂടെ നമ്മളൊന്ന് അനലൈസ് ചെയ്യും. അപ്പോ അനലൈസിങ് അവിടെ എന്തൊക്കെയുണ്ട്, ഫിസിക്കൽ പ്രോപ്പർട്ടി ആൻഡ് ദെയർ മീനിങ്, മീനിങ് കൂടെ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഫിൽറ്ററിലൂടെ കടന്നു പോയിട്ട് പിന്നെ ഫർദർ പ്രോസസ്സിംഗിന് പോകുന്നത്. ഏർലി ഫിൽറ്റർ മോഡൽസിനകത്ത് എന്താണ്, ഫിസിക്കൽ പ്രോപ്പർട്ടി, സ്റ്റിമുലസിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ ബേസിസിൽ മാത്രം അനാലിസിസ് കഴിഞ്ഞിട്ട് ഫിൽറ്ററിലൂടെ കടന്ന് വേണ്ട ഇൻഫർമേഷൻ മാത്രം പോകുന്നു. ലേറ്റ് ഫിൽറ്റർ മോഡലിനകത്ത് പറയുന്നത് എന്താ, ഫിൽറ്റർ ഇതാ നോക്കിയേ മൂന്നാമതായിട്ടാണ് കിടക്കുന്നത്, ഫിൽറ്റർ ഇവിടെയാണ്. അപ്പൊ ഈ പെർസെപ്ച്വൽ പ്രോസസ്സിനകത്ത് എന്തുണ്ട്, ഫിസിക്കൽ പ്രോപ്പർട്ടി അലോങ് വിത്ത് ദാറ്റ് സ്റ്റിമുലസിന്റെ മീനിങ്ങിനൂടെ നമ്മൾ കുറച്ച് അറ്റൻഷൻ കൊടുക്കും, എന്നിട്ടാണ് അവിടെ ഫിൽറ്ററിങ് നടന്നിട്ട് റെലവെന്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് മാത്രം ഹയർ പ്രോസസ്സിംഗിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ ഈ 3 മോഡൽസ് ആണ്. വേറെ 1-2 മോഡൽസ് ഉണ്ട്, പക്ഷെ പ്രധാനമായിട്ടും നമ്മൾ സെലക്റ്റീവ് അറ്റൻഷന്റെ തിയറി പറയുമ്പോൾ ഇമ്പോർട്ടന്റ്ലി പറയുന്ന 3 തിയറീസ് ആണ് ബ്രോഡ്ബെൻഡിന്റെ മോഡൽ, ട്രസ്മാന്റെ മോഡൽ, ഡച്ച് ആൻഡ് ഡച്ചിന്റെ മോഡൽ. ഇതൊക്കെ തന്നെ ഫിൽറ്റർ തിയറീസിൽ വരുന്നത്. അപ്പൊ ഫിൽറ്ററിങ് എവിടെ എങ്ങനെ നടക്കുന്നു എന്നുള്ളതിലാണ് ഡിഫറൻസ് വരുന്ന 3 തിയറിയിലും. ഈ 3 തിയറിയും NCERT-യുടെ ആ ഷെയർ ചെയ്ത മെറ്റീരിയലിനകത്ത് ഈ 3 തിയറിയും കിടപ്പുണ്ട്. നിങ്ങൾ എക്സ്ട്രാ റീഡിങ്ങിനായിട്ട് ആ മെറ്റീരിയൽ ഒന്ന് ഡെഫിനറ്റ്ലി വായിച്ചു നോക്കണം. ഓക്കെ, ഇനി വരുന്നതാണ് ഡിവൈഡഡ് അറ്റൻഷൻ. ഡിവൈഡഡ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരേ സമയം സൈമുൾട്ടേനിയസ്ലി ഒരേ സമയം നമുക്ക് പല കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതിനെയാണ് ഡിവൈഡഡ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ടാസ്ക് തന്നാൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. നിങ്ങളുടെ കയ്യിൽ പേപ്പറും പെന്നും ഉണ്ടെങ്കിൽ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് കൊണ്ട് നിങ്ങൾ സർക്കിൾസ് വരയ്ക്കുക. ഈ സർക്കിൾസ് വരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ലൗഡായിട്ട് 1-ൽ തുടങ്ങി എവറി 3rd നമ്പർ നിങ്ങൾ പറയുകയും വേണം. അപ്പൊ നിങ്ങൾ സർക്കിൾസ് വരയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ എന്ത് ചെയ്യണം, 1, 4, 7 ഇങ്ങനെ നിങ്ങൾ സൈമിൾട്ടേനിയസ്ലി ചെയ്യണം. നിങ്ങൾ ഒരു 1 മിനിറ്റ് എടുത്ത് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് ടു വാട്ട് എക്സ്റ്റെന്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്നൊന്ന് പറയണം. സോ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് കൊണ്ടോ വിച്ച് എവർ ഇസ് ദ ഡോമിനന്റ് ഹാൻഡ് കൊണ്ട് സർക്കിൾ വരയ്ക്കുക. അതോടൊപ്പം നിങ്ങൾ 1-ൽ തുടങ്ങി എവറി 3rd നമ്പർ ഉറക്കെ നിങ്ങൾ പറയുകയും ചെയ്യുക. രണ്ടും ഒരേ സമയം നടക്കണം, സ്റ്റോപ്പ് ആകരുത്. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റിയോ? എത്ര ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റി? ഈസി അല്ല. കാര്യം എന്താ, 2 കാര്യങ്ങൾ ഒരേ സമയം ചെയ്യണം അല്ലേ. ഒരേ സമയം ചെയ്യുമ്പം നമുക്ക് നമ്മുടെ അറ്റൻഷൻ ഒരേപോലെ 2-ലും അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളത് അത്ര ഈസി അല്ല. അപ്പൊ ഇത്തരം ടാസ്കുകളെ, ഡിവൈഡഡ് അറ്റൻഷൻ പഠിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇത്തരം ടാസ്കുകളെ നമ്മൾ ഡുവൽ ടാസ്ക് പാരഡൈം എന്ന് പറയുന്നത്, ഡിവൈഡഡ് അറ്റൻഷൻ പഠിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ
ടാസ്ക് എ, യൂഷ്വലി ഡുവൽ ടാസ്ക് പാരഡൈമിൽ ചെയ്യുന്നത് നമ്മൾ ടാസ്ക് എയും ടാസ്ക് ബിയും കൊടുക്കും. അപ്പൊ ആദ്യം ഇൻഡിവിജ്വലി ഓരോ ടാസ്കും പെർഫോം ചെയ്യിക്കും. ആദ്യം ടാസ്ക് എ പെർഫോം ചെയ്യിക്കും, പിന്നെ ടാസ്ക് ബി പെർഫോം ചെയ്യിക്കും. പിന്നെ ഈ രണ്ട് ടാസ്ക് കൂടെ ഒന്നിച്ച് പെർഫോം ചെയ്യാൻ പറയും. ടാസ്ക് എയും ടാസ്ക് ബിയും കൂടെ ഒന്നിച്ച് ചെയ്യാൻ പറയും. എന്നിട്ട് പെർഫോമൻസ് എങ്ങനെയാന്ന് നോക്കും. ഇത്തരം ടാസ്കുകളെയാണ് ഡുവൽ ടാസ്ക് പാരഡൈം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് എന്തുമാത്രം ടു വാട്ട് എക്സ്റ്റെന്റ് നമ്മുടെ അറ്റൻഷൻ ഡിവൈഡ് ചെയ്യാൻ കഴിയും എന്നൊക്കെ ഉള്ളത് ടാസ്കുകളുടെ നേച്ചറിനെയും കൂടെ അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് പാട്ട് കേട്ടുകൊണ്ട് കുക്ക് ചെയ്യാൻ സാധിക്കാറുണ്ടോ? ഒരേ സമയം പാട്ടും കേട്ട് കുക്ക് ചെയ്യാൻ സാധിക്കാറുണ്ടോ? അല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് നോട്ട്സ് എഴുതാൻ സാധിക്കാറുണ്ടോ? ഇപ്പൊ ചിലർ പാട്ട് കേട്ടുകൊണ്ട് പഠിക്കും. അപ്പൊ ഒരേ സമയം രണ്ട് കാര്യം ചെയ്യാൻ സാധിക്കും, ഇമ്പോസിബിൾ അല്ലെന്നല്ല പറയുന്നത്, പക്ഷെ ടാസ്കുകളെ അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഡിഫറെന്റ് മൊഡാലിറ്റീസ് വരുന്ന ടാസ്കുകളാണെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരേ കാര്യം ഒരേ തരത്തിലെ ഇൻഫർമേഷനെയാണ് നമ്മൾ ചെയ്യേണ്ടതെങ്കിൽ ഒരേ മൊഡാലിറ്റി മീൻസ് ഒരേ സെൻസ് മൊഡാലിറ്റി വരുന്നതാണ് ചെയ്യേണ്ടതെങ്കിൽ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആകാം. ഓക്കെ, അപ്പൊ ടാസ്കിനെ അനുസരിച്ചിരിക്കും നമുക്ക് എന്തുമാത്രം അറ്റൻഷൻ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പൊ ഈ ഡിവൈഡഡ് അറ്റൻഷൻ എങ്ങനെ നമ്മൾ അറ്റൻഷനെ ഡിവൈഡ് ചെയ്യുന്നു അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മോഡൽസിനെ നമ്മൾ മൊത്തത്തിൽ കപ്പാസിറ്റി മോഡൽസ് എന്ന് പറയുന്നു. ഡിവൈഡഡ് അറ്റൻഷൻ എന്ന പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മോഡൽസിനെ നമ്മൾ അറ്റൻഷൻ കപ്പാസിറ്റി മോഡൽസ് എന്ന് പറയുന്നു. അപ്പൊ കപ്പാസിറ്റി മോഡൽസ് ബേസിക്കലി രണ്ട് തരത്തിലാണ് നമുക്ക് ഈ അറ്റൻഷനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറയുന്നത്. അതായത് ഒരു മോഡൽ പറയുന്നത് നമുക്ക് ഒരു സിംഗിൾ അറ്റൻഷൻ പൂൾ ഉണ്ട്. ഓക്കെ, ഒരു സിംഗിൾ അറ്റൻഷണൽ പൂൾ ഉണ്ട്. അപ്പൊ ഈ അറ്റൻഷൻ പൂളിൽ നിന്നാണ് നമുക്കൊരു രണ്ട് ടാസ്ക് വരുമ്പം ഈ സിംഗിൾ അറ്റൻഷൻ പൂളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ടാസ്ക് 1ലേക്കും ടാസ്ക് 2ലേക്കും നമ്മൾ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു കൈൻഡ് ഓഫ് കപ്പാസിറ്റി മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി മറ്റൊരു കപ്പാസിറ്റി മോഡലുണ്ട്, അവര് പറയുന്നത് നമുക്ക് സിംഗിൾ അറ്റൻഷൻ പൂൾ അല്ല, പകരം നമുക്ക് ഓരോ സെൻസറി മൊഡാലിറ്റിക്കും പറ്റിയ അറ്റൻഷൻ പൂൾ ഉണ്ട്. അതായത് ഓഡിറ്ററി ഇൻഫർമേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ അറ്റൻഷൻ പൂൾ ഉണ്ട്, വെർബൽ ഇൻഫർമേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ അറ്റൻഷൻ പൂൾ ഉണ്ട്, വിഷ്വൽ ഇൻഫർമേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ അറ്റൻഷൻ പൂൾ ഉണ്ട്. അപ്പൊ ഡിഫറെന്റ് മെന്റൽ റിസോഴ്സസ്, ഇപ്പൊ ഡിഫറെന്റ് മൊഡാലിറ്റീസിന് യൂസ് ചെയ്യാൻ പറ്റിയ തരത്തിൽ ഡിഫറെന്റ് അലോക്കേഷൻ ഓൾറെഡി ഉണ്ട്. അപ്പൊ നമുക്കൊരു ആക്ടിവിറ്റി വരുമ്പോൾ ആ ആക്ടിവിറ്റി ഡിമാൻഡ് ചെയ്യുന്നത് ഏത് അറ്റൻഷൻ പൂളിലെ റിസോഴ്സ് ആണെന്ന് വെച്ചാൽ അതാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് മറ്റൊരു എക്സ്പ്ലനേഷൻ. അപ്പൊ ഇതില് ഈ ആദ്യത്തെ എക്സ്പ്ലനേഷൻ ഓവർ സിംപ്ലിഫൈഡ് ആണ് അല്ലെ, നമുക്കൊരു ഒറ്റ ബക്കറ്റ്, ആ ബക്കറ്റിൽ നിന്നും നമ്മൾ പലതിലേക്ക് വെള്ളം ഒഴിക്കുന്നു എന്ന് ഇമാജിൻ ചെയ്താൽ മതി, കുറച്ചുകൂടെ ഓവർ സിംപ്ലിഫൈഡ് ആണ്. പക്ഷെ രണ്ടാമത്തെ മോഡൽ പറയുന്നത് എന്താണ്, നമുക്ക് പല ബക്കറ്റ് ഉണ്ട്, പല ബക്കറ്റിൽ നിന്നും സ്റ്റിമുലസിനനുസരിച്ച് വെള്ളം എടുത്താൽ മതി. അപ്പൊ രണ്ടാമത്തെ മോഡൽ കുറച്ചുകൂടെ നമ്മളിപ്പോ മുമ്പേ പറഞ്ഞില്ലേ പാട്ട് കേട്ടുകൊണ്ട് കുക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ഡിഫറെന്റ് മൊഡാലിറ്റീസിന് പറ്റിയ അറ്റൻഷൻ പൂൾ ഉള്ളത് കൊണ്ടായിരിക്കാം നമുക്ക് ചിലപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ ഒന്നിച്ചു ചെയ്യാൻ സാധിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം കുറച്ചുകൂടെ ഈ ഒരു ഡിഫറെന്റ് മൊഡാലിറ്റീസിന് ഡിഫറെന്റ് റിസോഴ്സസ്, അറ്റൻഷൻ പൂൾ റിസോഴ്സസ് അവൈലബിൾ ആണെന്നുള്ള കപ്പാസിറ്റി മോഡൽസ് ആണ് കുറച്ചുകൂടെ വൈഡ്ലി അക്സെപ്റ്റബിൾ. ക്ലിയർ? അപ്പൊ ഇതാണ് ഡിവൈഡഡ് അറ്റൻഷൻ. പിന്നെ നമ്മൾ ഹൈലി ഓട്ടോമേറ്റഡ് ആകുമ്പോൾ, ഇപ്പൊ നിങ്ങൾക്ക് കാർ ഓടിച്ചുകൊണ്ട് പാട്ട് കേൾക്കാം, കാർ ഓടിച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റാം അല്ലെ, സൈമിൾട്ടേനിയസ്ലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ വിത്ത് പ്രാക്ടീസ് വരുന്ന ഉടനെ കൺട്രോൾ പ്രോസസ്സിംഗിൽ നിന്നും ഓട്ടോമേറ്റഡ് പ്രോസസ്സിംഗ്, ഓട്ടോമറ്റൈസേഷൻ വരുമ്പം നമുക്ക് ടു ആൻ എക്സ്റ്റെന്റ് ഡിവിഷൻ പറ്റും. ഡിവൈഡ് ചെയ്ത് ഒരേ സമയം നമ്മുടെ അറ്റൻഷനെ രണ്ട് ടാസ്കിലേക്ക് സൈമിൾട്ടേനിയസ്ലി ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ സാധിക്കും. പക്ഷേ അതല്ലാതെ നമ്മൾ ജനറലി നമ്മുടെ അറ്റൻഷനെ രണ്ട് ടാസ്കിലേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ എഫിഷ്യൻസി കുറയും അല്ലെ. നമ്മൾ കുട്ടികളോടാണെന്നും പറയത്തില്ലേ TV കണ്ടുകൊണ്ട് പഠിക്കാൻ ഇരിക്കരുത്, കാരണം രണ്ട് കാര്യം ഒരേ സമയം ചെയ്യുമ്പോൾ ആ ടാസ്കിൽ ഇൻവോൾവ് ആകുന്ന എഫിഷ്യൻസി കുറയും. ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ പാട്ട് കേട്ടോണ്ട് വണ്ടി ഓടിക്കുന്നതൊക്കെ ഇതിൽ വരുന്നതാണോ? അതെ, ഡിവൈഡഡ് അറ്റൻഷനിലാണ് വരുന്നത്. സൈമിൾട്ടേനിയസ്ലി ഒരേ സമയമല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് ആയി കഴിയുമ്പോൾ ചില ടാസ്കുകൾ നമുക്ക് ഒന്നിച്ച് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ പക്ഷെ ഇനിഷ്യലി നിങ്ങൾ വണ്ടി ഓടിച്ച് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് പോസിബിൾ ആണോ? അല്ല. നമ്മൾ അന്നേരം അറ്റൻഷൻ ഡിവൈഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ എഫിഷ്യൻസി കുറയും. ഓക്കെ. ഓട്ടോമാറ്റിക് പ്രോസസ്സുമായിട്ട് ലിങ്ക് അല്ലേ ഇത്? അതെ, ഓട്ടോമാറ്റിക് പ്രോസസ്സുമായിട്ട് ലിങ്ക് ആണ്. നമുക്ക് ഡിവൈഡഡ് അറ്റൻഷനിൽ
എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യാൻ സാധിക്കുമ്പോൾ ആ ടാസ്ക് ഓട്ടോമാറ്റൈസ്ഡ് ആണെങ്കിൽ നമുക്ക് എഫിഷ്യന്റ്ലി ചെയ്യാൻ സാധിക്കും. നമ്മൾ പാട്ട് കേട്ടുകൊണ്ട് കുക്ക് ചെയ്യാറുണ്ട്, കുക്ക് ചെയ്യുമ്പോൾ വർത്താനം പറയാറുണ്ട് അല്ലെ. പക്ഷെ അതിപ്പം ഓട്ടോമാറ്റൈസ്ഡ് ആയിരിക്കണം. ഓട്ടോമാറ്റൈസ്ഡ് ആണെങ്കിൽ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമ്മൾ ടാസ്കിന്റെ നേച്ചറോട് അനുസരിച്ചിരിക്കും ടാസ്കിന്റെ എഫിഷ്യൻസിയെ ഡിവൈഡഡ് അറ്റൻഷൻ എഫക്ട് ചെയ്യുമോ എന്നില്ലയോ എന്നുള്ളത്. പിന്നെ ഇൻഡിവിജ്വലിന്റെ കപ്പാസിറ്റി. ചിലർക്ക് മൾട്ടി ടാസ്കിങ് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ഇൻഡിവിജ്വലിന്റെ കേപ്പബിലിറ്റിയും അതോടൊപ്പം ടാസ്കിന്റെ നേച്ചറും രണ്ടും ഡിറ്റർമൈൻ ചെയ്യും നമ്മുടെ ഡിവൈഡഡ് അറ്റൻഷനിൽ നമ്മൾ എൻഗേജ് ചെയ്ത് കഴിഞ്ഞാൽ എഫിഷ്യൻസി എന്തുമാത്രം എഫക്റ്റഡ് ആകും ഉള്ളത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനിയും അടുത്തതാണ് ഓൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ. ഓൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ. ഓൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അറ്റൻഷൻ രണ്ട് തരത്തിലെ കോഗ്നിറ്റീവ് ഡിമാൻഡ് വേണ്ട ടാസ്കുകളിൽ ഇപ്പൊ ഒരു ടാസ്ക് എയും ടാസ്ക് ബിയും ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ രണ്ട് ടാസ്ക് ഉണ്ട്. ഈ രണ്ട് ടാസ്കിന്റെ ഇടയ്ക്ക് നമ്മുടെ അറ്റൻഷനെ സ്വിച്ച് ചെയ്യാനുള്ള കഴിവിനെയാണ് ഓൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ എന്ന് വിളിക്കുന്നത്. ഇത് ഡിവൈഡഡിൽ നിന്നും വ്യത്യാസമുണ്ട്. ഡിവൈഡഡിനകത്ത് നമ്മൾ ഒരേ സമയം ചെയ്യുക, ഇത് നമ്മൾ അങ്ങനല്ല, ഒരേ സമയം അല്ല ചെയ്യുന്നത്. രണ്ട് ടാസ്ക് ചെയ്യുന്നുണ്ട്, ഈ രണ്ടിന്റെ ഇടയ്ക്ക് നമ്മുടെ അറ്റൻഷൻ നമ്മൾ സ്വിച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് നിങ്ങൾ ഇപ്പം അടുക്കളയിൽ ഒരു കാര്യം ചെയ്യുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഓടി വെളിയിൽ പോയി വേറൊരു കാര്യം ചെയ്യുക, അങ്ങനെ രണ്ട് കാര്യം ചെയ്യാണ്, ഒരേ സമയം ചെയ്യണം എന്നില്ല. അപ്പൊ രണ്ട് കാര്യം ചെയ്യുമ്പോൾ ഈ രണ്ട് കാര്യം ഡിഫറെന്റ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഡിമാൻഡ്സ് ആണ് ഉള്ളത്. അപ്പൊ ഈ ഡിഫറെന്റ് കോഗ്നിറ്റീവ് ഡിമാൻഡ്സ് വേണ്ട രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ രണ്ടിന്റെ ഇടയ്ക്കും അറ്റൻഷൻ സ്വിച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ്. നമ്മൾ ഈ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അറിയാം, ഈ സ്കൂളിലും കോളേജിലും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ലീവ് ആണെങ്കിൽ രണ്ട് ക്ലാസ്സസ് ഒരേ സമയം ഹാൻഡിൽ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ക്ലാസ് എയിൽ പഠിപ്പിച്ചിട്ട് ഓടിപ്പോയി നമ്മൾ ബിയിൽ പോയിട്ട് അവർക്ക് നമ്മൾ എന്തെങ്കിലും വർക്ക് കൊടുക്കും, പിന്നെ നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ വന്ന് എന്തെങ്കിലും ചെയ്യും അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ എന്ന് പറയുന്നത്. രണ്ട് കോഗ്നിറ്റീവ് ഡിമാൻഡ് വരുന്ന ടാസ്കിൽ സ്വിച്ച് ചെയ്യാനുള്ള, ബാക്ക് ആൻഡ് ഫോർത്ത് സ്വിച്ച് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഓൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ. കൺഫ്യൂസ് ചെയ്യരുത്, ഡിവൈഡഡ് അറ്റൻഷനുമായിട്ട് കൺഫ്യൂസ് ചെയ്യരുത്. ഡിവൈഡഡ് അറ്റൻഷൻ സൈമുൾട്ടേനിയസ്ലി നടക്കുന്നതാണ്. സൈമുൾട്ടേനിയസ്ലി രണ്ട് ടാസ്കുകൾ ചെയ്യുമ്പോൾ നമ്മുടെ അറ്റൻഷനെ നമ്മൾ രണ്ടിനും വേണ്ടി കൊടുക്കുന്നതാണ് ഡിവൈഡഡ് അറ്റൻഷൻ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഈ ഒരു മൊഡ്യൂൾ 1ന്റെ ലാസ്റ്റ് പോർഷനിലേക്ക് വരാം, ഫിസിയോളജി ഓഫ് അറ്റൻഷൻ. ഫിസിയോളജി ഓഫ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ അറ്റൻഷനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ബ്രെയിനിന്റെ പാർട്സ് അല്ലെങ്കിൽ ഏതൊക്കെ ബ്രെയിൻ റീജിയൻസ് ആണ് ഇൻവോൾവ്. അപ്പം അറ്റൻഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാണ് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുന്നത്? അതിനുവേണ്ടി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് അറ്റൻഷൻ ആയിക്കോട്ടെ, മെമ്മറി ആയിക്കോട്ടെ, ലേണിംഗ് ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ ന്യൂറോ ഫിസിയോളജി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് ന്യൂറോ ഇമേജിംഗ് സ്റ്റഡീസ് ചെയ്യും. അറ്റൻഷൻ വേണ്ടി വരുന്ന അല്ലെങ്കിൽ മെമ്മറൈസ് ചെയ്യേണ്ട ഇങ്ങനത്തെ ടാസ്കുകൾ കൊടുത്തിട്ട് നമ്മൾ ഇമേജിംഗ് സ്റ്റഡീസ് ചെയ്യുമ്പോൾ ബ്രെയിനിന്റെ ഏത് പോർഷൻ ആണ് കൂടുതൽ ആക്ടിവേറ്റഡ് ആയിരിക്കുന്നത്, അപ്പൊ ആ ഒരു ഇൻഫർമേഷൻ ആണ് മേ ബി ഇതായിരിക്കാം ബ്രെയിൻ പോർഷൻസ് ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന് കൺക്ലൂഷനിലേക്ക് എത്താൻ സാധിക്കുന്നത്. അപ്പൊ നമുക്കൊന്ന് ന്യൂറോ ഇമേജിംഗ് സ്റ്റഡീസ് ചെയ്യാം, സ്റ്റിമുലേഷൻ സ്റ്റഡീസ്. ഓക്കെ, സ്റ്റിമുലേറ്റ് ചെയ്യുക, ബ്രെയിനിന്റെ ഓരോ പാർട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അത് എങ്ങനെ ബിഹേവിയറിൽ ചേഞ്ച് വരുന്നു. അല്ലെങ്കിൽ ലീഷനിങ് സ്റ്റഡീസ് ചെയ്യാം. ലീഷനിങ് സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരോ പാർട്സ് റിമൂവ് ചെയ്യുന്നു. അപ്പൊ പൊതുവെ ലീഷനിങ് സ്റ്റഡീസ് ഒക്കെ ആനിമൽസിൽ നമ്മൾ ഈ പല ഫിനോമിനൻസും ഹങ്കർ, തേഴ്സ്റ്റ് അല്ലെങ്കിൽ മോട്ടിവേഷൻ, അഗ്രഷൻ, ഇതൊക്കെ അറിയാൻ വേണ്ടി ലീഷനിങ് സ്റ്റഡീസും സ്റ്റിമുലേഷൻ സ്റ്റഡീസും ഒക്കെ ആനിമൽസിൽ ചെയ്യും. ഹ്യൂമൻസിൽ വരുമ്പോൾ നമുക്ക് ആസ് സച്ച് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, ഓൾറെഡി എന്തെങ്കിലും ബ്രെയിൻ ഡാമേജ് സംഭവിച്ചിട്ടുള്ള ആളുകളിൽ എന്തൊക്കെ ചേഞ്ചസ് ആ വന്നേന്ന് മനസ്സിലാക്കും. അപ്പോൾ ദാറ്റ് ക്യാൻ പ്രൊവൈഡ് എസ് എ ലിങ്ക് ടു ദ ബ്രെയിൻ റീജിയൻ ഇൻവോൾവ്. അല്ലെങ്കിൽ ന്യൂറോ ഇമേജിംഗ് സ്റ്റഡീസ് ചെയ്യും, ടാസ്കുകൾ കൊടുത്തിട്ട് ബ്രെയിനിന്റെ ഇമേജ് എടുക്കുമ്പോൾ ഏത് പോർഷൻ ഓഫ് ബ്രെയിൻ ആണ് കൂടുതൽ ആക്ടിവേറ്റഡ് ആയിരുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന അറ്റൻഷൻ ആയിക്കോട്ടെ, മെമ്മറി ആയിക്കോട്ടെ, ലേണിംഗ് ആയിക്കോട്ടെ, ഇതിനൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ബ്രെയിൻ റീജിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് റിവീൽഡ് ആകുന്നത്. അപ്പൊ ഈ ഏരിയ ഓഫ് അറ്റൻഷനിൽ ന്യൂറോ ഇമേജിംഗ് സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തവരാണ് മൈക്കിൾ പോസ്നറും മേരി റോത്ബാർട്ടും. അപ്പൊ അവരുടെ ന്യൂറോ ഇമേജിംഗ് സ്റ്റഡീസിലൂടെ അറ്റൻഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ച് ബ്രെയിൻ റീജിയൻസ് ആണ് ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇത് നിങ്ങൾ കുറച്ച്
മെമ്മറൈസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിനെ 3 രീതിയിലാണ് അവർ അതിനെ ഡിവൈഡ് ചെയ്തത്. ഒന്ന് അറ്റൻഷനിൽ അലേർട്ടിംഗ് ഉണ്ട്. അലേർട്ടിംഗ് എന്ന് പറയുമ്പം എന്തെങ്കിലും ഇൻകമിങ് ഇൻഫർമേഷൻ വരും എന്നുള്ള നമ്മുടെ പ്രിപ്പയർനെസ്സിനെയാണ് അലേർട്ട് എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ അലേർട്ട് ആയിരിക്കും, എന്തെങ്കിലും ഇൻകമിങ് ഇൻഫർമേഷൻ വരും. ഓക്കെ, അപ്പൊ ഇങ്ങനെ അലേർട്ട് ആയിരിക്കാൻ വേണ്ടി ഇൻവോൾവ് ആകുന്ന, അലേർട്ടിംഗിൽ ഇൻവോൾവ് ആയിട്ടുള്ള ബ്രെയിൻ റീജിയൻസ് ആണ് റൈറ്റ് ഫ്രോണ്ടലും പറൈറ്റൽ കോർട്ടെക്സും, അതുപോലെ തന്നെ ബ്രെയിനിന്റെ ലോക്കസ് കൊറീലിയസ് എന്ന് പറയുന്ന റീജിയൻസും. അപ്പൊ അറ്റൻഷന്റെ തന്നെ ആസ്പെക്ട് ആയ അലേർട്ട്നെസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ബ്രെയിൻ റീജിയൻസ് ആണ് റൈറ്റ് ഫ്രോണ്ടൽ ആൻഡ് പറൈറ്റൽ കോർട്ടെക്സും ലോക്കസ് കൊറീലിയസും. ഇനിയും അലേർട്ട്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇൻവോൾവ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നോറെപ്പിനെഫ്രിൻ. ഓക്കെ, അപ്പൊ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഒക്കെ കുറവ് വരുമ്പോൾ ചില ഡിസോർഡേഴ്സിന്റെ മാനിഫെസ്റ്റേഷനിലേക്ക് അത് പോകാം, അല്ലെ? അറ്റൻഷൻ പെർസിസ്റ്റ് ചെയ്യാൻ, അലേർട്ട്നെസ് പെർസിസ്റ്റ് ചെയ്യാൻ കഴിയാതെ പോകുക. ADHD പോലുള്ള കേസസിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നോറെപ്പിനെഫ്രിന്റെ ഒക്കെ കുറവ് കാണാൻ സാധിക്കും. ഇനി ഓറിയന്റിങ് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് അറ്റൻഡ് ചെയ്യേണ്ട സ്റ്റിമുലസിനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് ഓറിയന്റിങ് എന്ന് പറയുന്നത്. അപ്പൊ ഓറിയന്റിങ് ഈസ് ഡിഫൈൻഡ് ആസ് ദ സെലക്ഷൻ ഓഫ് സ്റ്റിമുലേറ്റ് ടു അറ്റൻഡ്. അപ്പൊ ഈ ഓറിയന്റിങ്ങിനകത്ത് നമുക്കൊരു വിഷ്വൽ സെർച്ച് ചെയ്യേണ്ടി വരും. എന്തിനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വിഷ്വൽ സെർച്ച് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ ഓറിയന്റേഷൻ അല്ലെങ്കിൽ ഓറിയന്റിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള ബ്രെയിൻ റീജിയൻസ് ആണ് സുപ്പീരിയർ പറൈറ്റൽ ലോബ്, ടെമ്പറൽ പറൈറ്റൽ ജംഗ്ഷൻ, ഫ്രോണ്ടൽ ഐലിഡ്സ്. ഫ്രോണ്ടൽ ഐലിഡ്സ് ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വിഷ്വൽ സെർച്ച് അവിടെ ഇൻവോൾവ് ആണ്. സുപ്പീരിയർ കോളിക്കുലസ്, ഇതൊക്കെയാണ് ഓറിയന്റിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പം ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻവോൾവ് ഏതാണ്? അസറ്റൈൽ കോളിൻ, മോഡുലേറ്റിംഗ് ന്യൂറോ ട്രാൻസ്മിറ്റർ അസറ്റൈൽ കോളിൻ. ഇനി അടുത്തതാണ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ. എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പ്രോസസ്സിംഗ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്, അല്ലെ? അപ്പൊ പലതരത്തിലെ കോൺഫ്ലിക്ട്സ് ഉള്ളതിനെയൊക്കെ റിസോൾവ് ചെയ്ത് നമ്മളുടെ പ്രോസസ്സിംഗ്, നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ്, റെസ്പോൺസ്, ഹയർ ഓർഡർ അറ്റൻഷൻ പ്രോസസ്സിംഗ് ഇൻവോൾവ് ആണ് ഇവിടെ. അപ്പൊ ഇവിടെ വരുന്ന ബ്രെയിൻ റീജിയൻസ് എന്തൊക്കെയാണ്? ആന്റീരിയർ സിംഗുലേറ്റ്, ലാറ്ററൽ വെൻട്രൽ, പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, ബേസൽ ഗാംഗ്ലിയൻ. നിങ്ങളൊന്ന് മെമ്മറൈസ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോന്നിലും ഇൻവോൾവ് ആയിട്ടുള്ള ബ്രെയിൻ റീജിയൻ. ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് പ്രോസസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഡോപ്പമൈൻ. ഇത്രയുമാണ് ബ്രെയിൻ റീജിയൻസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്, അറ്റൻഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പൊ ഇതൊന്ന് റിപ്പീറ്റഡ്ലി ഒന്ന് വായിച്ചു നോക്കാം. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നമ്മൾ ഇന്ന് എടുത്ത ടോപ്പിക്കില്? ആൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ പറയാം. ഓൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ എന്ന് പറയുമ്പം 2 ടാസ്ക്, ഒരു ടാസ്ക് എയും ഉണ്ട് ടാസ്ക് ബിയും ഉണ്ടെന്ന് വിചാരിക്കുക. രണ്ടിനും നിങ്ങൾ കൊടുക്കേണ്ട കോഗ്നിറ്റീവ് എഫേർട്ട് ഡിഫറെന്റ് ആണ്. 2 തരത്തിലെ ടാസ്ക്, 2 തരത്തിലെ റെസ്പോൺസും 2 തരത്തിലെ ഡിമാൻഡ്സും വേണ്ടി വരുന്ന ടാസ്ക്. ഈ 2 ടാസ്കിന്റെ ഇടയ്ക്ക് അറ്റൻഷൻ സ്വിച്ച് ചെയ്യാൻ, ഇപ്പൊ ടാസ്ക് എ ചെയ്തിട്ട് ഓടിപ്പോയി ടാസ്ക് ബി ചെയ്യുക, ടാസ്ക് ബി ചെയ്തിട്ട് ഓടി വന്ന് ടാസ്ക് എ ചെയ്യുക. അറ്റൻഷൻ, ഫോക്കസ് അങ്ങോട്ടും ഇങ്ങോട്ടും, 2 ടാസ്കിന്റെ ഇടയ്ക്ക് ഫോക്കസ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഓൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡിവൈഡഡിനകത്ത് നമ്മൾ ഒരേ സമയം 2 ടാസ്ക് ചെയ്യുക. ഡിവൈഡഡിനകത്ത് ഇപ്പൊ ഡിവൈഡഡ് അറ്റൻഷന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരേ സമയം തന്നെ നിങ്ങൾ ട്രയാങ്കിൾ വരയ്ക്കുകയും നിങ്ങൾ നമ്പേഴ്സ് ലൗഡ്ലി കൗണ്ട് ചെയ്യുക. സൈമുൾട്ടേനിയസ്ലി ആണ് നടക്കുന്നത്. അതാണ് ഡിവൈഡഡ് അറ്റൻഷൻ. സൈമുൾട്ടേനിയസ്ലി നിങ്ങൾ 2 ടാസ്ക് പെർഫോം ചെയ്യുന്നു. ഇവിടെ ടാസ്ക് എയും ബിയും നിങ്ങൾ ഒരേ സമയം പെർഫോം ചെയ്യുന്നില്ല. ഓക്കെ, ടാസ്ക് എ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അല്ല ടാസ്ക് ബി ചെയ്യുന്നത്. നമ്മൾ ടാസ്ക് എ ചെയ്യുന്നു, ചെയ്തിട്ട് നമുക്ക് അറ്റൻഷൻ ഇങ്ങോട്ട് ടാസ്ക് ബിയിലേക്ക് കൊടുക്കണം. നിങ്ങൾ ക്ലാസ് റൂം ആലോചിച്ചാൽ മതി. 2 ക്ലാസ് ചിലപ്പോൾ ഒരു ടീച്ചറിന് ഒരേ സമയം എൻഗേജ് ചെയ്യേണ്ടി വരുമ്പം 2 പേരെയും കൊണ്ട് ഒന്നിച്ചിരുത്താതെ 2 ക്ലാസ്സിലായിട്ട് തന്നെ ഇരുത്തിയിട്ട് ഒരു ക്ലാസ്സിൽ പോയിട്ട് ഒരു വർക്ക് കൊടുത്തു, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിപ്പിച്ചു. ഇപ്പോഴത്തെ ക്ലാസ്സിൽ വന്ന് വേറൊരു ടോപ്പിക്ക് പഠിപ്പിക്കുന്നു, എന്നിട്ട് ഒരു വർക്ക് കൊടുക്കുന്നു. വീണ്ടും ആദ്യത്തെ ക്ലാസ്സിൽ പോയി ആ നേരത്തെ എടുത്ത ടോപ്പിക്കിന്റെ കണ്ടിന്യൂഷൻ കൊടുത്തിട്ട് പഠിപ്പിച്ചിട്ട് ഒരു വർക്ക് കൊടുക്കുന്നു. അപ്പൊ നമ്മുടെ ഫോക്കസ് 2 ടാസ്കിന്റെ ഇടയ്ക്ക് നമ്മൾ സ്വിച്ച് ചെയ്യാൻ, അല്ലെ? ബാക്ക് ആൻഡ് ഫോർത്ത്. ടാസ്ക് എ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ടാസ്ക് ബി വരുമ്പോൾ ടാസ്ക് ബി ലൈഫ് ഫോക്കസ്, വീണ്ടും നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ടാസ്ക് എ ലൈഫ് ഫോക്കസ്. ഇതിനെ നമ്മൾ ഓൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ?
ഓക്കെ മാം. വ്യത്യാസം മനസ്സിലായോ? ഡിവൈഡഡ് നിന്നുള്ള വ്യത്യാസം മനസ്സിലായോ? ഡിവൈഡഡിൽ നമ്മൾ 2 ടാസ്കും ഒരേ സമയം ചെയ്യുന്നു. നമ്മൾ രാവിലെ നമ്മൾ വീട്ടിലെ ഒരു ദിവസം ആലോചിച്ചാൽ മനസ്സിലാകും ഓൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ എന്തുമാത്രം നമ്മൾ ചെയ്യുന്നുണ്ടെന്ന്. ഡിവൈഡഡ് അറ്റൻഷൻ ആകുമ്പോൾ നമ്മൾ ഒരേ സമയം 2 കറി നമ്മൾ 2 കൈ കൊണ്ട് ഇളക്കുമ്പോൾ ഡിവൈഡഡ് അറ്റൻഷൻ ആയി. ഓൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ ആകുമ്പോൾ നിങ്ങൾ കുക്ക് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങൾ റൂമിൽ പോയി കുട്ടീനെ വിളിച്ചുണർത്തുന്നു. അതിന്റെ ഇടയ്ക്ക് വീണ്ടും വന്ന് നിങ്ങൾ കുക്കിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നു. വീണ്ടും പോയി കുട്ടീനെ വിളിപ്പിച്ച് ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അത് ഓൾട്ടർനേറ്റിംഗ് അറ്റൻഷൻ ആവുന്നു. മനസ്സിലായോ? ഓക്കെ മാം. ഓക്കെ, ക്ലിയർ. ഓക്കെ. ഫിസിയോളജി ഓഫ് അറ്റൻഷനകത്ത് നമ്മൾ ഈ ഓരോ അറ്റൻഷനെ ബ്രെയിൻ റീജിയൻസ് ഇൻവോൾവ് ആയിട്ടുള്ളതാണ് ഫിസിയോളജി ഓഫ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ബ്രെയിൻ റീജിയൻസ് ഇൻവോൾവ് ആയിട്ടുള്ളത് അറ്റൻഷന്റെ അലേർട്ട്നെസ് പാർട്ട് ഉണ്ട്. അതായത് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുകയാണ്, ഒരു ഇൻകമിങ് ഇവന്റ് വരുന്നു എന്ന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കുന്നതാണ് അലേർട്ട്നെസ് എന്ന് പറയുന്നത്. അലേർട്ട്നെസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള ബ്രെയിൻ റീജിയൻസ് ആണ് റൈറ്റ് ഫ്രോണ്ടലും പറൈറ്റൽ കോർട്ടക്സും ലോക്കസ് കോറിയലിയസ്. ബ്രെയിൻ റീജിയൻസ് ആണ്. നമ്മൾ ആ ബ്രെയിൻ റീജിയൻസ് അങ്ങനെ തന്നെ ഒന്ന് പഠിക്കേണ്ടി വരും. അലേർട്ട്നെസ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള അലേർട്ട്നെസ് മെയിൻറ്റെയിൻ ചെയ്യായിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നോറെപ്പിനെഫ്രിൻ. ഓറിയന്റിങ് എന്ന് പറയുമ്പം നമുക്ക് വിഷ്വലി നമ്മൾ ഒരു വിഷ്വൽ സെർച്ച് നടത്തിയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ട സ്റ്റിമുലസിനെ സെലക്ട് ചെയ്യുന്നതിനെയാണ് ഓറിയന്റിങ് റിഫ്ലെക്സ് ഓറിയന്റേഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു ഓറിയന്റിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ള ബ്രെയിൻ റീജിയൻസ് ആണ് പറൈറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, പറൈറ്റൽ ജംഗ്ഷൻ, ഫ്രോണ്ടൽ ഐലിഡ്, സുപ്പീരിയർ കോളിക്കുലസ്, ന്യൂറോ ട്രാൻസ്മിറ്റർ അസറ്റൈൽ കോളിൻ. ഇനിയും എക്സിക്യൂട്ടീവ് അറ്റൻഷൻ എന്ന് പറയുമ്പം നമ്മൾ ഈ എന്താ പറയാ അലേർട്ട് ചെയ്തും ഓറിയന്റ് ചെയ്തും ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഇൻഫർമേഷനെ നമ്മൾ പിന്നെ ഒരു ഹയർ ഓർഡർ പ്രോസസ്സിംഗ് നടക്കുന്നുണ്ട്. ആ ഒരു എക്സിക്യൂട്ടീവ് പാർട്ട് ഓഫ് അറ്റൻഷനിൽ ഹയസ്റ്റ് ഓർഡർ ഓഫ് അറ്റൻഷണൽ പ്രോസസ് ആണ് ഈ എക്സിക്യൂട്ടീവ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ബ്രെയിൻ റീജിയൻസ് ആണ് ആന്റീരിയർ സിംഗുലേറ്റ്, ലാറ്ററൽ വെൻട്രൽ, പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, ബേസൽ ഗാംഗ്ലിയ. എക്സിക്യൂട്ടീവ് അറ്റൻഷൻ പ്രോസസ് ഇൻവോൾവ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമൈൻ. ഇതാ ഓരോന്നിലും അറ്റൻഷനിൽ ഇൻ ടോട്ടൽ ഇൻവോൾവ് ആയിട്ടുള്ള ബ്രെയിൻ റീജിയൻസ് ആണ്. അതിനെ കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അലേർട്ട്നെസ്സും ഓറിയന്റേഷനും എക്സിക്യൂട്ടീവ് പ്രോസസ്സും ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഏതൊക്കെയാണ് ഓരോന്നിലും ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നുള്ള ന്യൂറോ ഇമേജിംഗ് സ്റ്റഡീസ് പോസ്നറും റോത്ബർട്ടും ചെയ്തത്. ന്യൂറോ ഇമേജിംഗ് സ്റ്റഡീസിനായിട്ട് അലേർട്ട്നെസ്സിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുക, ഓറിയന്റേഷന്റെ ആക്ടിവിറ്റീസ് കൊടുക്കുക, എക്സിക്യൂട്ടീവ് പ്രോസസ് അസസ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് കൊടുക്കുക. എന്നിട്ട് ഏത് ബ്രെയിൻ റീജിയൻസ് ആണ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന് ഹൈലി ആക്ടിവേറ്റഡ് ആയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് ആ കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. എന്താണ് അറ്റൻഷന്റെ ഒരു ന്യൂറോ ഫിസിയോളജി എന്നുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ബ്രെയിൻ റീജിയൻസ് ആണ് ഇൻവോൾവ് എന്നുള്ളത്. ഓക്കെ അല്ലേ? ഹലോ മാം. ഹലോ പറഞ്ഞോളൂ മാം. അതെ, ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടല്ലോ, ഇപ്പൊ ഡോപ്പമൈൻ, അസറ്റൈൽ കോളിൻ ഒക്കെ, അപ്പൊ അതിന്റെ ഒരു ആബ്സെൻസിൽ വരുന്ന അസുഖങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ടോ? നിങ്ങളുടെ സിലബസിൽ, പഴയ സിലബസിൽ നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടായിരുന്നു, പുതിയ സിലബസിൽ ഇല്ല. പിന്നെ നമുക്ക് PSCയുടെ സിലബസ് തരുമ്പോൾ അവർ ഏറ്റവും ലാസ്റ്റ് പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഒരു ജോലിക്ക് ഈ പറയുന്ന സിലബസിൽ നിന്നെല്ലാം, പറയുന്ന കണ്ടന്റിൽ നിന്നെല്ലാം ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു അണ്ടർടേക്കിങ്ങും ഇല്ല. ഇതുമായിട്ട് റെലവെന്റ് ആയിട്ട് വരുന്ന എന്ത് വേണമെങ്കിലും ചോദിക്കാവുന്നതുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രെഡിക്റ്റബിൾ അല്ല. പിന്നെ നമുക്ക് റെലവെന്റ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ്സ് ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഡെഫിഷ്യൻസിയിലേക്ക് പോകില്ല എന്ന് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് ഉറപ്പിച്ച് പറയാൻ ഡെഫിനറ്റ്ലി സാധിക്കില്ല. നിങ്ങളുടെ പഴയ സിലബസിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അങ്ങനെ തന്നെ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. ഓക്കെ മാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ. ഓക്കെ, നിങ്ങൾ തനിയെ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. ഞാൻ ഇൻക്ലൂഡ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും PSCയുടെ സയന്റിഫിക് അസിസ്റ്റന്റ് പോളിഗ്രാഫ് 2019 നടന്ന എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഹു പ്രപ്പോസ് ദ അറ്റന്വേഷൻ മോഡൽ ഓഫ് അറ്റൻഷൻ?
ഓപ്ഷൻ എ ട്രസ്മാൻ. ആനി ട്രസ്മാൻ ആണ്. നിങ്ങൾ പേര് പഠിക്കുമ്പോൾ ഒരു ഫുൾ നെയിം കൂടെ ഒന്ന് പഠിച്ചിരുന്നാൽ നല്ലതായിരിക്കും. ആനി ട്രസ്മാൻ ആണ് അറ്റന്വേഷൻ മോഡൽ ഓഫ് അറ്റൻഷൻ തന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ദ എക്സ്പെരിമെന്റൽ മെത്തേഡ് ദാറ്റ് റിക്വയർസ് പീപ്പിൾ ടു റിപ്പീറ്റ് ദ അറ്റൻഡഡ് മെസ്സേജ് ലൗഡ്. അറ്റൻഡ് ചെയ്ത മെസ്സേജിനെ ലൗഡ് ആയിട്ട് പറയാൻ റിക്വയർ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റൽ മെത്തേഡിന്റെ പേരെന്താണ്? ഞാൻ ഇതിനൊരു എക്സാമ്പിളും പറഞ്ഞിരുന്നു. ആൻസർ സി അല്ല. കോളിൻ ഷെറി നടത്തിയതാണ്. ഷാഡോയിങ് ആണ്. ഷാഡോയിങ്, ഞാൻ ഷാഡോ പോലീസിന്റെ എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കുന്നില്ലേ, ഷാഡോയിങ് ആണ്. അപ്പോ ഇറലവന്റ് സ്റ്റിമുലസിനെ മാറ്റിയിട്ട് വേണ്ടതിനെ മാത്രം അറ്റൻഡ് ചെയ്ത് ലൗഡായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന മെത്തേഡ് ആണ് ഷാഡോയിങ്. ഞാൻ പറഞ്ഞിരുന്നു ടാസ്ക് ഷാഡോയിങ് ടാസ്ക് ആണ്. സെലക്റ്റീവ് അറ്റൻഷൻ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? സെലക്റ്റീവ് അറ്റൻഷൻ പഠിക്കാൻ വേണ്ടി കോളിൻ ഷെറി ലബോറട്ടറിയിൽ യൂസ് ചെയ്തതാണ് ഷാഡോയിങ്. അതിനുവേണ്ടി ഡിക്കോട്ടിക് ലിസണിങ്. എന്താ ഡിക്കോട്ടിക് ലിസണിങ്? ഡിക്കോട്ടിക് ലിസണിങ് എന്തായിരുന്നു? ഒരേ സമയം രണ്ട് ചെവിയിലും രണ്ട് തരത്തിലെ മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിലെ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നു. അപ്പൊ ഒരേ സമയം രണ്ട് മെസ്സേജ് ആണ് രണ്ട് ചെവിയിലായിട്ട് കൊടുക്കുന്നത്. അതിനെ ഡിക്കോട്ടിക് ലിസണിങ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു പ്രിമ്പിംഗ് എന്താന്ന് പറഞ്ഞുതരാവോ? കേട്ടില്ല. ആ ക്വസ്റ്റ്യനില് പ്രിമ്പിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനില്ലേ, പ്രൈമിംഗ് ഉണ്ട്. ഇതില് ഞാൻ പറഞ്ഞു തരാം. പ്രൈമിംഗ് നമ്മള് സോഷ്യൽ കോഗ്നിഷൻ വരുന്ന ഒരു ടോപ്പിക് ഉണ്ട്, നിങ്ങളുടെ സിലബസിൽ തന്നെ ഉണ്ട്. അതെടുക്കുമ്പോൾ ഞാനത് ഡീറ്റെയിൽ പറഞ്ഞുതരാം. പ്രൈമിംഗ്. According to Posner and Snyder, which of the following is not a criterion for automatic processing? ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗിന്റെ ക്രൈറ്റീരിയൻ അല്ലാത്തത് എന്താണ്? നമ്മൾ കുറെ ക്യാരക്ടേഴ്സ് പഠിച്ചിരുന്നു ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗിന്റെ. അപ്പൊ അതില് അല്ലാത്ത ഏതാണ്? ഇനി നിങ്ങൾക്ക് ആസ് സച്ച് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പോലും ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. ടാസ്ക് ഡിഫിക്കൽട്ടി. ടാസ്ക് ഡിഫിക്കൽട്ടി ആണ് ആൻസർ. ആൻസർ ടാസ്ക് ഡിഫിക്കൽട്ടി ആണ്. ഇനി നോക്കിയേ. അനിത put ice cream in the cupboard and can of soup in the freezer while putting away the groceries. Identify the error associated with automatic processing. ഇതൊരു സ്ലിപ്പ് ആണ് അല്ലേ? ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗിൽ ഉണ്ടാകുന്ന എറേഴ്സിനെ സ്ലിപ്സ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത് ഏത് സ്ലിപ്പാണ്? ഡിസ്ക്രിപ്ഷൻ എറർ. ഡിസ്ക്രിപ്ഷൻ എറർ ആണ്. ഡിസ്ക്രിപ്ഷൻ എറർ ആണ് അല്ലെ? കാര്യം എന്താ? ഇന്റേണലി നമ്മൾ ഓൾറെഡി ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ഡിസ്ക്രിപ്ഷൻ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ ചെയ്യേണ്ട കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ മനസ്സിൽ റിഹേഴ്സ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ കറക്റ്റ് ആക്ഷൻ ചെയ്യും, ബട്ട് ഓൺ റോങ് ഒബ്ജക്ട്. കറക്റ്റ് ആക്ഷൻ ഓൺ റോങ് ഒബ്ജക്ട്. അപ്പൊ അത് എന്ത് എറർ ആണ്? ഡിസ്ക്രിപ്ഷൻ എറർ ആണ്. The influence of decision making process in noticing stimulus is accounted in. അപ്പൊ ഇതിൽ നിങ്ങൾ ഈ ഓപ്ഷൻസ് ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതെല്ലാം തന്നെ നമുക്ക് കറക്റ്റ് ആണെന്ന് തോന്നാം. കാര്യം എന്താ? ഇപ്പൊ ഇതിൽ തന്നെ നോക്കിയ സെൻസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഓപ്ഷൻസും, മുന്നേ നോക്കിയ എല്ലാ തരത്തിലെ സ്ലിപ്സ് ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് കൺഫ്യൂഷൻ ഉണ്ടാക്കാം. നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്റ്റിമുലസിനെ നോട്ടീസ് ചെയ്യുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നുള്ളത് എന്തിലാണ് അക്കൗണ്ട് ചെയ്തിട്ടുള്ളത്? ആൻസർ എന്താണ്? സിഗ്നൽ ഡിറ്റക്ഷൻ തിയറി. ഓപ്ഷൻ ഡി സിഗ്നൽ ഡിറ്റക്ഷൻ തിയറി ആണ്. ഓക്കെ. അപ്പൊ സിഗ്നൽ ഡിറ്റക്ഷൻ തിയറിയുടെ 4 പോസിബിൾ ഔട്ട്കംസ് എന്താന്ന് റിക്കലക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെയായിരുന്നു 4 പോസിബിൾ ഔട്ട്കംസ് സിഗ്നൽ ഡിറ്റക്ഷൻ തിയറിയുടെ? നമ്മളൊരു സ്റ്റിമുലസിനെ ഡിറ്റക്ട് ചെയ്യുമ്പോൾ ഉണ്ടായേക്കാവുന്ന 4 പോസിബിൾ ഔട്ട്കംസ് എന്തൊക്കെയായിരുന്നു? ജസ്റ്റ് ഒരു റീകളക്ഷന് വേണ്ടി ചോദിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഹിറ്റ്. മിസ്. നെഗറ്റീവ്. ഫാൾസ്. False alarm. ഫാൾസ് അലാം.
കറക്റ്റ് റിജക്ഷൻ ആണോ മാം? കറക്റ്റ് റിജക്ഷൻ. ഹിറ്റ്സ്, മിസ്സസ്, ഫാൾസ് എല്ലാം കറക്റ്റ് റിജക്ഷൻ. അപ്പൊ ഇതിനെല്ലാം തന്നെ ഞാൻ മറ്റൊരു പേരൂടെ തന്നിരുന്നു, അതുകൂടെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ മൊഡ്യൂൾ 1 എന്തൊക്കെയായിരുന്നോ നമുക്ക് എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ടുള്ള ടോപ്പിക്സ് അതെല്ലാം തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മൊഡ്യൂൾ 1ന്റെ കാര്യത്തിൽ ഇനി ആർക്കും കൺഫ്യൂഷൻ ഇല്ലല്ലോ. നമ്മൾ ആ മൊഡ്യൂൾ കംപ്ലീറ്റ്ലി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും മൊഡ്യൂൾ 1ൽ ലെഫ്റ്റ് ഔട്ട് ആയതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സസ്റ്റൈൻഡ് അറ്റൻഷൻ പറഞ്ഞായിരുന്നോ മാഡം? ഞാൻ പറഞ്ഞിരുന്നു, വിജിലൻസിനെ തന്നെയാണ് സസ്റ്റൈൻഡ് അറ്റൻഷൻ ആയിട്ട് മെജോറിറ്റി ഓഫ് ലിറ്ററേച്ചറിലും പറയുന്നത്. നമ്മൾ NCERT വായിച്ചാലും വിജിലൻസിനെ, സസ്റ്റൈൻഡ് അറ്റൻഷനെ തന്നെയാണ് വിജിലൻസ് ആയിട്ട് പറയുന്നത്. മാം, ഈ ക്വസ്റ്റ്യൻസിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻസിന്റെ ഡി ഓപ്ഷൻ അത് എങ്ങനെയാ ആൻസർ അല്ലാതെ വരുന്നതെന്ന് പറയാമോ? ആബ്സെൻസ് ഓഫ് ഇന്റർഫിയറിംഗ് അല്ലാതെ അത് മനസ്സിലായില്ല. ആ ഡി ഓപ്ഷൻ മനസ്സിലായില്ലെന്നോ? അതെ. ഓട്ടോമാറ്റിക് പ്രോസസ്സിനകത്ത് നമുക്ക് എപ്പോഴാണ് ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് പറ്റുന്നത്? അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് എപ്പോഴാണെന്നും അതിന്റെ ക്യാരക്ടേഴ്സ് എന്താണെന്നും നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇന്റൻഷനലി ചെയ്യേണ്ടതൊന്നല്ല ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ്, അല്ലെ? കോൺഷ്യസ് അവയർനെസ് വേണോ? വേണ്ട. എഫേർട്ട് വേണോ? വേണ്ട. പിന്നെ മറ്റ് ഇന്റർഫിയറിംഗ് ആയിട്ടുള്ള മെന്റൽ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കാര്യം ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ അതാണ് അവിടെ തന്നിരിക്കുന്നത്, ആബ്സെൻസ് ഓഫ് ഇന്റർഫിയറിംഗ് വിത്ത് അതർ മെന്റൽ ആക്ടിവിറ്റീസ്. അപ്പൊ മറ്റ് മെന്റൽ ആക്ടിവിറ്റിയുമായിട്ട് ഇന്റർഫിയർ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിനോട് ഇന്റർഫിയർ ചെയ്യുന്ന മറ്റ് മെന്റൽ ആക്ടിവിറ്റി അവിടെ ഇല്ല. അങ്ങനെ ഉള്ളപ്പോഴല്ലേ നമുക്ക് ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതാണ് 4th ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആണ്. ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഒരു കോംപ്ലിക്കേറ്റഡ് ആകുന്നത്? നമുക്ക് ഈ തന്നിരിക്കുന്നത് ഈ ഒരു ടെർമിനോളജി നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, പക്ഷെ അവർ ഈ ഫ്രെയിം ചെയ്യുന്ന രീതിയാണ് പലപ്പോഴും ഡിഫിക്കൽട്ട് ആക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് പഠിച്ചിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗിന്റെ ഫീച്ചേഴ്സ്, നിങ്ങൾക്കറിയാവുന്ന ഫീച്ചേഴ്സ് നിങ്ങൾ സൈഡിലൊന്ന് എഴുതി നോക്കുക. എഴുതി നോക്കിയിട്ട് നിങ്ങൾ ഓപ്ഷൻസുമായിട്ട് കമ്പയർ ചെയ്യണം. നമുക്ക് പലപ്പോഴും, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യമാണ്, നമ്മൾ PSCയുടെ എക്സാംസ് എഴുതുമ്പോൾ ക്വസ്റ്റ്യൻസ് അല്ല മിക്സ്ഡ് വരും. ചിലത് ക്വസ്റ്റ്യൻസ് ഇത്തിരി ടഫ്, ചിലത് ക്വസ്റ്റ്യൻസ് ഈസിയാണ്, നമുക്ക് അറിയാവുന്ന തന്നെ. ഓപ്ഷൻസ് ആണ് അവര് ഫ്രെയിമിങ്ങിന്റെ പ്രത്യേകത കൊണ്ട് ടഫ് ആക്കി വെക്കുന്നത്. അപ്പൊ നമ്മൾക്ക് അങ്ങനത്തെ ഇത് കാണുമ്പോൾ നമുക്ക് അറിയാവുന്ന തോന്നും, അല്ലെ? നമുക്ക് അറിയാവുന്നതാണ്, പക്ഷെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യത്തോടെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നത്, നിങ്ങൾക്ക് അറിയാവുന്ന വേർഡിങ്സിൽ, നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ലാംഗ്വേജ് കാണും, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വേർഡിങ്സ് കാണും. ആ വേർഡിങ്സിൽ സൈഡിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഫീച്ചേഴ്സ് ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് അത് ഇതിൽ ഏതെങ്കിലും ആയിട്ട് ഈ ഒരു ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. നമ്മൾ പല എക്സാംസും എഴുതിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, അവരുടെ ഓപ്ഷൻസിന്റെ ലാംഗ്വേജ് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, പക്ഷെ എനിക്ക് അറിയാവുന്ന ലാംഗ്വേജിലേക്ക് ഞാൻ എന്റെ ഫീച്ചേഴ്സ് എഴുതിയിട്ട് ചെക്ക് ചെയ്തപ്പം എനിക്ക് ഈസി ആയിട്ട് ഓപ്ഷനിലേക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ മാം, ഇതിനകത്ത് ഇന്റർഫിയറിംഗ് വിത്ത് അതർ മെന്റൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നതിനെ സ്ലിപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഓട്ടോമാറ്റിക് പ്രോസസ്, നമുക്ക് ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗിൽ എറേഴ്സ് വരാം. ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് സ്മൂത്ത് ആയിട്ട് നടക്കാതെ എറേഴ്സ് വരാം, അതിനെ സ്ലിപ്സ് എന്ന് പറയുന്നത്. ആ സ്ലിപ്സ് എന്തുകൊണ്ട്? പല കാരണങ്ങൾ കൊണ്ടുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് നമുക്ക് നന്നായിട്ട് നടക്കണമെങ്കിൽ എന്തൊക്കെ പാടില്ല, എന്തൊക്കെ അതിന്റെ ഫീച്ചേഴ്സ്? നമുക്ക് മനഃപൂർവ്വമായിട്ട് ചെയ്യേണ്ടതൊന്നല്ല, കോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ അവയർനെസിന്റെ ആവശ്യമില്ല. ഡിഫിക്കൽട്ട് ടാസ്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് അപ്പോഴും കൺഫ്യൂഷൻ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതിൽ നോക്കിയേ, ഇന്റൻഷൻ. ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന 4 ഓപ്ഷൻ നിങ്ങൾക്ക് അറിയില്ല എന്ന് വെച്ചോ, പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടായിരിക്കാം. ഓട്ടോമാറ്റിക് പ്രോസസ്സിൽ നമുക്ക് ഇന്റൻഷന്റെ ആവശ്യമുണ്ടോ?
ഇന്റൻഷനലി ആണോ നമ്മൾ ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് ചെയ്യുന്നത്? അല്ല. അല്ല. അപ്പൊ ലാക്ക് ഓഫ് മനസ്സിലായി. ഇന്റൻഷൻ കറക്റ്റ് ആണ്. കോൺഷ്യസ് അവയർനെസ് വേണ്ട. ഇത് രണ്ടിലുമാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ എന്ന് വിചാരിച്ചോ. ഓക്കെ, നിങ്ങൾക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. നാലാമത്തെ എന്താ നിങ്ങൾക്ക് എത്ര ആലോചിച്ചിട്ടും ആ തന്നിരിക്കുന്ന നിങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ല. അപ്പൊ ഇത് രണ്ടിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ എങ്കിൽ നിങ്ങൾക്ക് ടാസ്ക് ഡിഫിക്കൽട്ടി നോക്കാം. ടാസ്ക് ഡിഫിക്കൽട്ട് ടാസ്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റൂ? പറ്റത്തില്ല. അപ്പൊ ഡെഫിനറ്റ്ലി ടാസ്ക് ഡിഫിക്കൽട്ടി ഓട്ടോമാറ്റിക്കലി ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇതിന്റെ എക്സാക്ട് മീനിങ് എന്താന്ന് മനസ്സിലായില്ലെങ്കിലും ഇത് നിങ്ങൾക്കറിയാം ടാസ്ക് ഡിഫിക്കൽട്ടി കൺട്രോൾഡ് പ്രോസസ്സിംഗ് വേണ്ട ഒന്നാണെന്ന്. അപ്പൊ നമുക്ക് 4 ഓപ്ഷന്റെയും എക്സാക്ട് മീനിങ് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് അറിയാവുന്ന ഓപ്ഷൻസിന്റെ വെച്ചുകൊണ്ടാണെങ്കിലും നമുക്ക് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. അപ്പൊ ചിലത് നിങ്ങൾ അങ്ങനെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഇത് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണ്ട എന്നുള്ള ആസ്പെക്റ്റില്ല. പക്ഷെ നമുക്ക് എക്സാമിന് ഇരിക്കുമ്പോൾ നമുക്ക് ഏത് സ്ട്രാറ്റജിയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഒരിക്കലും എല്ലാം അറിഞ്ഞുകൊണ്ട് നമുക്ക് ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനും സാധിക്കില്ല. നമുക്ക് അറിയാവുന്നത് തന്നെ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ ഫ്രെയിമിംഗ് കാരണം നമുക്ക് ഡിഫിക്കൽട്ട് ആകാം. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിനകത്ത് അല്ലാതെ എക്സ്ട്രാ കയറി ചോദിക്കാം. അപ്പോഴും നമുക്ക് അറിയാവുന്നത് വെച്ചുകൊണ്ട് എങ്ങനെ ആൻസറിലേക്ക് എത്താം എന്നുള്ളതുകൂടെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത് എപ്പോഴും നമുക്ക് സ്കോർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂള് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്.